കുറേ എൻ്റെ മണ്ടത്തരങ്ങളുണ്ട്. ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ പ്രാന്തിൽ പോയിട്ട് ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന വാഹനം 11 മാസം മുമ്പ് ആദ്യമേ കസ്റ്റംസ് ഇതേപോലെ റെയ്ഡ് ചെയ്തു ഞങ്ങളെ. ഇത് തന്നെ അന്നുണ്ട്, ഇപ്പോഴും അതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും എന്നോട് ചോദിച്ചപ്പോൾ ചോദിച്ചത് ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയും ഈ ഗണത്തിലേക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എൻ്റെ കയ്യിലിരിക്കുന്ന വാഹനം, ആ വാഹനത്തിൻ്റെ വില എത്ര ആയിരിക്കും ചേട്ടൻ ചിന്തിച്ച്? എത്ര ആയിരിക്കും? കാണുമ്പോൾ എങ്ങനെ കാണുള്ളൂ? ആ വണ്ടികളും ഭൂട്ടാൻ വണ്ടികളും ഫേക്കാണ്. ഞങ്ങളുടെ ഗറാജിലൊക്കെ വന്നു. എവിടെ നിന്നാണ് എന്ത് കിട്ടി അതിനെ ഒന്ന് വിൽക്കാൻ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് എന്നെ കുറിച്ച് വിൽക്കാൻ നോക്കുമ്പോൾ ഞാൻ കിടന്ന് കരച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഈ ഇന്ത്യയിൽ വന്നേക്കുന്ന വണ്ടികൾ അത് ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ട് ഇതേപോലെ തന്നെയുള്ള ഓസ്ട്രേലിയയിലാണ്. അന്ന് പൊക്കിക്കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് റെയ്ഡ് നടക്കുന്നത്. ഞങ്ങളുടെ ഗറാജിലൊക്കെ വന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ പൈസ എന്നുള്ള ചോദ്യമുണ്ട്. സിനിമയൊന്നുമില്ല, എവിടെ നിന്നാണ് ഇത്രയും വണ്ടി മേടിക്കാനുള്ള പൈസ? അവർ പറഞ്ഞു എന്ത് നിങ്ങൾ തന്നിട്ടും കാര്യമില്ല, സെർച്ച് വാറണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ അവലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു, പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്കറിയാം ഇത് നന്നായി, ഇതൊരു അടി. ഭൂട്ടാൻ വണ്ടികളുടെ കാര്യം പോലും എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇന്ന വണ്ടികൾ പ്രശ്നമാണ്, എടുത്ത പ്രശ്നം. അങ്ങനെ റെഫറൻസിലാണ് മിക്ക ആൾക്കാരും വണ്ടികൾ അവരുടെ ഇതിൽ വന്നത്. അതും എൻ്റെ സ്വന്തം ഗരാജല്ല. നമ്മൾ ഇപ്പം എന്നെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് അവർക്കറിയാം. ഇത് നന്നായി, ഇതൊരു അടി തലക്കെ കിട്ടി, നല്ലായിരുന്നു. ഇപ്പം എൻ്റെ ഇന്ന് വൈഫ് വന്നപ്പോൾ തനിക്ക് ഇതേ ആവശ്യമായിരുന്നു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. ഒരു സിനിമാ നടനാണ്. ഇപ്പം അതിനപ്പുറത്തേക്ക് വലിയ വാഹനക്കൊള്ളക്കാരനായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമിത് ചക്കാലക്കനാണ്. അമിത്, സിനിമ എന്നുള്ളതെന്നൊക്കെ മാറിയോട്ടെ ഇപ്പൊ മാറി. ഇപ്പൊ പാബ്ലോ എസ്കോബാറിന്റെ ഒക്കെ സ്റ്റൈലാണ്. എനിക്കറിയില്ല, ഇത്രയും 9 സിനിമയോളം ചെയ്ത് അതിനപ്പുറത്തേക്ക് ഇപ്പം ലീഡായിട്ട് മാത്രം 9 സിനിമ ലീഡായിട്ട് ഇപ്പം അതിനപ്പുറത്തേക്ക് നാഷണൽ മീഡിയയിൽ വരെ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു നാഷണൽ അവാർഡ് കിട്ടിയ എത്ര ചർച്ച ചെയ്യുന്നു? ആരും ഇത്രയൊന്നും ഒരിക്കലും പോസ്റ്റ് ചെയ്യില്ല, ഇത്രയൊന്നും ന്യൂസിൽ വരില്ല, ഇത്ര ആൾക്കാർ. കാര്യം ഈ 9 സിനിമകളിൽ ലീഡായിട്ട് അഭിനയിച്ചിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു എന്നെ അറിയാത്തത്, ഇപ്പൊ അമിച്ചക്കാലക്കൽ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ അറിയാത്തതായിട്ടുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ആൾക്കാരില്ലേ, ആ ആൾക്കാരിൽ ഇപ്പൊ എന്നെ അറിയാം. അവരൊക്കെ ഇപ്പൊ എന്നെ അറിയും. ഒരു പൈസ മുടക്കാതെ എല്ലാവരും അറിയും. ഒരു സോഷ്യൽ മീഡിയ ഒന്നും വേണ്ടായിരുന്നു നമുക്ക്. അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നടനായിരുന്നെങ്കിൽ അയാളുടെ പടം മാത്രമാണ് കാണുക. ഇപ്പോൾ അയാളുടെ ഹാബിറ്റ്സ് എന്താണ്, അയാളുടെ വെയറബൌട്ട്സ് എന്താണ്, അയാളുടെ മറ്റേ ട്രാവൽ എന്താണ്, ഇത് എവിടെയൊക്കെ, ഇത് മറ്റേ റൂട്ട് മാപ്പ് പോലെ ഇപ്പൊ എന്നെ കുറിച്ച് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. കോഡ് വന്നപ്പം രാവിലെ ഇന്ന സ്ഥലത്തോട്ട് ഇവർ പോയി, അവിടെ നിന്ന് ഇയാളെ ഇവിടെ ചെന്ന് എന്ന് പറഞ്ഞ പോലെ റൂട്ട് മാപ്പാണ് എൻ്റെ. എന്ത് പറഞ്ഞാലും സ്വല്പം നമുക്ക് രസമാണെങ്കിലും കുറച്ച് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഭയങ്കര ഷോക്കായിരുന്നു. ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ ഉച്ച വരെ ഒന്ന് ടി വിയിലേ കണ്ടിട്ടുള്ളൂ റെയ്ഡിന് ആള് വീട്ടിൽ വന്നത്. പിന്നെ ചേട്ടാ ശരിക്കും സിനിമ സ്റ്റൈല്. രാവിലെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഫോൺ അവർ എത്തിക്കഴിഞ്ഞ് ഞാൻ ജിമ്മിലാണ്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു കസ്റ്റംസിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, ഇച്ചിനോട് വരാം. എൻ്റെ വൈഫ് വിളിച്ചു, വരാൻ പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഓടിയെത്തി കഴിഞ്ഞപ്പോൾ തന്നെ വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരുന്നു. അവരുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചു. രണ്ട് പറഞ്ഞു ഇന്നോടെ ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം, ഇന്നതാണ് ചെയ്യാം. അവരോടൊപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ ചെയ്യേണ്ട അവരെല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്ത് എല്ലാം നോക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ ഓരോന്നായിട്ട് ചോദിക്കാൻ തുടങ്ങി. ഈ വണ്ടി ആരുടെ? ഞാൻ ഇത് എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒരു വണ്ടിയോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞു ഇന്ന ആളുടെ കെയർ ഓഫിൽ വർക്കിന് വന്നതാണ്. ഓക്കെ, എന്തിനാണ് നിങ്ങളുടെ അടുത്ത് വർക്കിന് വന്നത്? ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ ആദ്യം എൻ്റെ വണ്ടി വർക്ക് ചെയ്ത് ഒരു അടിപൊളിയായിട്ട് ഓടിച്ചിറക്കാൻ തുടങ്ങിയപ്പോൾ എന്നേക്കാളും മുമ്പ് ഈ വണ്ടി വാങ്ങിച്ചിട്ട് പല വർക്ക്ഷോപ്പിൽ പോയി വർക്ക് ചെയ്ത് ലക്ഷങ്ങൾ മുടക്കി റെഡിയാവാതെ കിടന്ന ആൾക്കാർ കുറച്ച് പേര് അവസാനം, അതായത് ഒരു വലിയ ഗറാജിൽ പോയിട്ട് നടക്കാത്തത് ഒരു സിനിമയിൽ അഭിനയിച്ച് നടക്കുന്ന ഒരുത്തിൻ്റെ അടുത്ത് കൊടുത്താൽ വർക്കാവുമെന്ന് ചേട്ടനാണ് വിശ്വസിക്കുമോ? ഒരിക്കലും ഇല്ല.
ആരെങ്കിലും വണ്ടി തരുമോ? ഇല്ല. കാര്യം ഇറ്റ് ഇസ് നോട്ട് സ്മോൾ മണി. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് എന്തെങ്കിലും ആവട്ടെ, ഇത് അവസാനത്തെ ട്രൈ എന്ന് പറഞ്ഞ് തന്നു. അവിടെ നിന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് അത് വർക്ക് റീസ്റ്റോർ ചെയ്ത് ഒരാൾക്ക് കൊടുത്തു, 2 ആൾക്ക് കൊടുത്തു. അവർ 2 പേരൊക്കെ എൻ്റെ അടുത്ത് ട്രിപ്പിനൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഒബ്വിയസ്ലി അവരുടെ കെയർ ഓഫിലുള്ള ആൾക്കാരും ഇത് എവിടെ നിന്ന് ചെയ്തു, ഇങ്ങനെ ചെയ്തു, അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. പിന്നെ എനിക്കിതെല്ലാം അറിയാവുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ എന്താ പറയുക, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗുസ്തിയാണെങ്കിൽ പോലും എനിക്കങ്ങനെ എല്ലാം അറിയാവുന്ന ആളല്ല. പക്ഷേ ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. കാര്യം എൻ്റെ വണ്ടിയിൽ ഞാൻ ചിലപ്പോൾ ഇതിനിപ്പോൾ അടുത്ത ആഴ്ച ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെക്കും. പക്ഷെ വേറൊരാളുടെ വണ്ടി കൊണ്ടുതരുമ്പോൾ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ അവർക്ക് എന്തായി ചോദിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇന്ത്യയിൽ വന്നേക്കുന്ന വണ്ടികൾ അത് ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ട് ഇതേപോലെ തന്നെയുള്ള ഓസ്ട്രേലിയയിലുണ്ട്, ചില ആഫ്രിക്കൻ കൺട്രീസിലുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാം, ലാൻഡ് ക്രൂസർ ഓണേഴ്സ് ഗ്രൂപ്പ്, ലാൻഡ് ക്രൂസർ 105 ഓണേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞടിച്ചാൽ അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പല രാജ്യത്തുള്ളത്. ഈ ലാൻഡ് ക്രൂസർ ഉള്ളവരൊക്കെ മിക്കവരും ആ ഫേസ്ബുക്കിൽ പോലും കയറാൻ സമയമില്ലാത്തവരാ. ടെക്നിക്കൽ ഡൗട്ട്സ് അവിടെ അതിനൊന്നും ടൈമില്ല അവർക്ക്. അപ്പോൾ ഐ ആം ഡൂയിങ് ദാറ്റ്. അപ്പം ഞാൻ അതെന്ത് ചെയ്തു, എനിക്കാണെങ്കിലും ചിത്തിനി കഴിഞ്ഞതിന് ശേഷം മൂക്കൊടിഞ്ഞു, പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. പിന്നെ ഇനി ഹെയർ കട്ടിൻ്റെ കുറച്ച് ഇതൊക്കെ ചെയ്ത് ഞാൻ കറക്റ്റ് ഒരു വർഷമായിട്ട് ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് എനിക്കൊരു വലിയ പ്രൊജക്റ്റായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ വേറെ ഒന്നും ചെയ്യാതെ. അപ്പോൾ അതിനിപ്പോൾ ഡിസംബർ തുടങ്ങാനിരിക്കുകയാണ്. ഈ ഗ്യാപ്പും ഇതും കറക്റ്റ് സിങ്കായിട്ട് വന്നു. അപ്പോൾ പ്ലാസ്റ്ററൊക്കെ വെച്ച് പുറത്തിറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ഡൗട്ട്സ് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് സാധനം ലേബറാണ്. പാർട്സ് ചീപ്പാണ്. അവിടെ ലേബർ ഭയങ്കര പൈസ ആയതുകൊണ്ട് മിക്ക ഓണേഴ്സും അവർ തന്നെ പണിത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർക്ക് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. യൂട്യൂബിൽ DIY വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇന്നൊരു എൻജിൻ അഴിക്കുമ്പോൾ ഇവിടുത്തെ മെക്കാനിക്കിനും പുതുമയാണത്. അപ്പോൾ അവർ നേരെ അയ്യോ ഇത് ഇന്ന പോലെ എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഫോട്ടോ എടുക്കും. ഇന്ന പോലെ എടുത്ത് അന്ന് രാത്രി ഒരു നമ്മളായിട്ട് 5 മണിക്കൂർ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞാനൊരു രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഐറ്റം എഴുതി ചോദിച്ച് കോറിയായിട്ട് ഇടും. രാവിലെ ഇരിക്കുമ്പോൾ കുറേ സായിപ്പുമാർ അതിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, റിപ്ലൈയും കുറേ ടെക്നിക്കൽ സബ്. ഞാൻ നേരെ ഇതായിട്ട് പിറ്റേ ദിവസം രാവിലെ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ മെക്കാനിക്കിൻ്റെ മുമ്പിൽ നമ്മൾ ഹീറോ ഇതിങ്ങനെ കണ്ടുപിടിച്ച്. അപ്പോൾ അങ്ങനെ ആദ്യ സ്റ്റേജുകളിൽ വണ്ടി റെഡിയാക്കി കൊടുത്തപ്പോൾ കുറേ വണ്ടികൾ ഐ വാസ് ഏബിൾ ടു ഫിക്സ് ഇറ്റ്. അങ്ങനെ റെഫറൻസിലാണ് മിക്ക ആൾക്കാരും വണ്ടികൾ അവരുടെ ഇതിൽ വന്നത്. അതും എൻ്റെ സ്വന്തം ഗരാജല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഗരാജാണ്. കാരണം എൻ്റെ ഈ പരീക്ഷണ പ്രാന്തുകൾ വർഷങ്ങളായിട്ട് എൻ്റെ ജിപ്സി തുടങ്ങി ചെയ്ത് ഞങ്ങൾ തമ്മിൽ ആ സിങ്കുണ്ട്. എൻ്റെ പപ്പയുടെ വാഹനങ്ങൾ വരെ പണിതുകൊണ്ടിരുന്ന ഗരാജ് ആള്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള സിങ്കാണ്. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ അവിടെ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വയറിങ്ങിൻ്റെ ആൾക്കാരെ കൊണ്ടുവരും. വയറിങ് ചെയ്യുന്ന ആൾക്കാരെ ECU ചെയ്യാനായിട്ട് പല സ്ഥലത്തോട്ട് കൊടുത്തുവിടും. ചിലപ്പോൾ ഈ എഞ്ചിൻ അവിടെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് പല സ്ഥലത്തോട്ട് അയച്ച് റീബിൽഡ് ചെയ്തവർ തിരിച്ച്. അപ്പോൾ ഇതൊരു ഭയങ്കര ഫൺ പ്രോസസ്സാണ് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക്. പിന്നെ ഇതെല്ലാവരും ഈ പണി നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ എടുക്കില്ല. എന്താ കാര്യം എന്നറിയോ? ഒരു ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം ഇതാ, അത്ര വലിയ വണ്ടിയാണ്. പിന്നെ ഈ പാർട്സ് എന്തെങ്കിലും പോയാൽ കിട്ടാൻ പാടാ, പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പാടാ. അപ്പോൾ ആ വണ്ടി പുറത്തൊരു ഗരാജിൽ ഒരാൾ പണിക്കെടുത്താൽ ഒരു കുറേ നാളവിടെ കിടക്കും, അവൻ്റെ സ്ഥലം പോവും. ആ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ചെറിയ 3 കാറ് പണിത് ഇറക്കി വിടാം. അപ്പോൾ ഈ പല വർക്ക്ഷോപ്പുകളിൽ കിടക്കണ വണ്ടികൾ വരെ ഇവർ പൊക്കിയെടുത്ത് മറ്റേ റിക്കവറി വാനിലൊക്കെ വിട്ടാന്ന് പറയും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കത് പറഞ്ഞങ്ങനെ മനസ്സിലാക്കാന്ന് അറിയില്ല. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി. മോൻ കണ്ടിട്ടുണ്ടാവും. അതെ, ഞാൻ അങ്ങനെ ഇത് മുമ്പോട്ട് പോയി അപ്പോൾ പല ആൾക്കാരും വണ്ടി വിടും. പല ആൾക്കാരെ എനിക്ക് വാട്സാപ്പിൽ അമിതേട്ടാ ഈ വണ്ടി എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് ഇതെടുത്തോ, ഇത് കുഴപ്പമില്ല. അതിൽ ചില ആൾക്കാർ ഈവൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ആൾക്കാരുടെ ആരുടെയെങ്കിലും വാട്സാപ്പിലെങ്കിൽ അവർക്കത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഭൂട്ടാൻ വണ്ടികളുടെ കാര്യം പോലും എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇന്ന വണ്ടികൾ പ്രശ്നമാണ്, എടുത്ത പ്രശ്നം. ഞാൻ തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ട് എടാ ഇത് എടുത്തു കഴിഞ്ഞാൽ പണിയാവും. പക്ഷെ ഇതിൻ്റെ വേറെ കുഴപ്പം എന്താ അറിയോ? ഭൂട്ടാൻ വാഹനങ്ങളെന്ന് പറയണല്ലേ, ഭൂട്ടാൻ വാഹനങ്ങൾ പുറത്തുനിന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഏതൊക്കെയോ RTO ഓഫീസിൽ ക്യാഷ് കൊടുത്ത് അതിന് രജിസ്ട്രേഷൻ കിട്ടും. ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് വന്നിട്ട് ഇപ്പം ഡൽഹിയിലൊക്കെ 15 വർഷം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പോകും. ഇതേപോലെ കിടന്ന വാഹനങ്ങളുണ്ട് രജിസ്ട്രേഷൻ ഇല്ലാതെ പല മൂലയെ കിടന്നത്. ഇതൊക്കെ പോയി പിള്ളേരെടുത്തിട്ട് ഇന്ന സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി ഇന്ത്യ എന്നുള്ള വണ്ടികൾ തന്നെ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ എങ്ങനെ കാണുള്ളൂ, ആ വണ്ടികളും ഭൂട്ടാൻ വണ്ടികളും ഫേക്കാണ്. ചേട്ടൻ മനസ്സിലായോ? മനസ്സിലായി. അതായത് ഇന്ത്യ തന്നെ
വർക്ക് ചെയ്യാതെ കിടന്നതും രജിസ്ട്രേഷൻ ക്യാൻസലായി പോയ വണ്ടികളും ടെസ്റ്റ് ഒന്നും ചെയ്യാതെ കിടന്ന വണ്ടികൾ ഇപ്പോൾ ഒരു ഭയങ്കര ക്രേസാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പഴയ വാഹനങ്ങളോട്. ഇത് എടുത്തുകൊണ്ട് പോയി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ചു വരുമോ? No. ഇവിടെ തന്നെ ചെയ്യും. യെസ്. അതായത് ഇപ്പൊ ഉദാഹരണം, ഡൽഹിയിലെ രജിസ്ട്രേഷൻ ഒരു 15 വർഷം കഴിഞ്ഞ വാലിഡിറ്റി കഴിയും. ഈ കഴിഞ്ഞു പോയത് പല ധനികന്മാരുടെ അടുത്തും കിടക്കുന്നുണ്ട് വാഹനം. അവർക്ക് ഇതിനൊന്നും ലീസ് ബോധരായിട്ടുള്ള പിള്ളേര് പോയി പൈസ ചൂട് വിലക്ക് വണ്ടി വാങ്ങിക്കും. അപ്പൊ അതൊന്നും ഇല്ലീഗലായിട്ട് വന്ന വണ്ടിയല്ല, ഇന്ത്യയിൽ തന്നെ വന്ന വണ്ടികളാണ്. പക്ഷേ ഇപ്പോൾ കുറെ സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുമെന്ന് അറിയുമ്പോൾ ആരെങ്കിലും വഴിയൊക്കെ പോയിട്ട് ഈ പിള്ളേരെ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് ഭൂട്ടാൻ വണ്ടികളും രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്പർ സീമാ. ഈ MNARIS എന്നൊക്കെ പറഞ്ഞുള്ള നമ്പറുകളൊക്കെ കിടക്കുന്നത്, HP ഇതൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ പിടിക്കുമ്പോൾ എന്ത് പറ്റും? ഈ പിള്ളേരുടെ അടുത്ത് ഈ ഡോക്യുമെൻ്റ് ഉള്ളൂ, മറ്റേ വണ്ടിക്കും സെയിം ഡോക്യുമെൻ്റാ, ഇതും സെയിം ആണ്. അങ്ങനെയും കുറേ പേര് വിടും. അപ്പം ഇതൊന്നും നമ്മൾക്ക് വർക്കിന് വേണ്ടി വിടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ചില ആൾക്കാർ പേയ്മെൻ്റ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ട് വണ്ടി വിടും. ചിലത് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താ പറയുക എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ അവരെടുക്കും, ചിലപ്പോൾ എടുക്കില്ല. അങ്ങനെ വന്ന വണ്ടികൾ കുറേ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴല്ല ചേട്ടാ. 11 മാസം മുമ്പ് ആദ്യമേ കസ്റ്റംസ് ഇതേപോലെ റെയ്ഡ് ചെയ്തു ഞങ്ങളെ. ഇതുപോലെ തന്നെ സെയിം വീടുകളിൽ വന്നില്ലെന്ന് മാത്രം, ഗാരേജ് വന്നു. 11 മാസം മുമ്പ് വന്നു. വണ്ടികളൊക്കെ ഇതേപോലെ ഞങ്ങൾക്ക് എല്ലാം നോട്ടീസ് തന്നു. ഞങ്ങൾ ഇതേപോലെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്ന് കസ്റ്റംസിൽ കൊടുത്തു. കസ്റ്റംസിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴും ഇത് തന്നെ ഭൂട്ടാന്റെ സ്മഗിൾഡ് വണ്ടിയാണെന്നുള്ള ഡൗട്ടിൽ തന്നെ ഒന്നും ചെയ്തത് കൊടുത്തു. അവരത് കഴിഞ്ഞ് റിവീൽ ചെയ്തു. നമ്മൾ വർക്കായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ഈ ഒരു മാസമായിട്ട് അത് ഭയങ്കര വലിയൊരു മീൻസ് ഒരു വലിയ സംഭവമായിട്ട് വന്നു. അവർ മറ്റു വീടൊക്കെ ആയിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇവരുടെ നല്ലതാണ്. എന്താ അറിയോ, ഇപ്പം എനിക്ക് പോലും എൻ്റെ 25 വർഷത്തിന് മുകളിലായ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇത്ര വർഷം മുമ്പുള്ള ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എൻട്രി, പിന്നെ ബിൽ ഓഫ് ലാൻഡിങ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. ഇപ്പം ഈ സാറ് വന്ന് വണ്ടി പിടിച്ചിട്ട് പോയ സമയത്ത് ഞാൻ ഇതെല്ലാം കാണിച്ചപ്പോൾ പറഞ്ഞു ഇതൊന്നുമല്ല കസ്റ്റംസിന് വേണ്ടത്. കസ്റ്റംസിന് വേണ്ടത് ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് ലാൻഡിങ്, ഓരോ വാഹനം പുറത്തു വരുന്നതിൻ്റെ ഈ സാധനമാണ് വേണ്ടത്. ആദ്യത്തെ 3 ദിവസം 2 ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പാട് കഴിച്ച് നമ്മുടെ കരിയറിൻ്റെ സമയങ്ങൾ പല മാറ്റി വെച്ച് പണിത് ബിൽഡ് ചെയ്ത എൻ്റെ ഡ്രീം വർക്കിൽ ഇനി പേപ്പർ കിട്ടില്ലെങ്കിൽ അവർ പറഞ്ഞ് എന്ത് നിങ്ങൾ തന്നിട്ടും കാര്യമില്ല, ബിൽ ഓഫ് എൻട്രിയും സാധനങ്ങൾ കിട്ടാതെ വണ്ടി തരില്ല. സാർക്ക് ക്ലീൻ ആയിട്ട് പറഞ്ഞു. അപ്പം എൻ്റെ പേടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഇത്ര വർഷം പഴക്കമുള്ളതല്ലേ. ഞാൻ അപ്പോൾ ഒരാൾ എൻ്റെ പഴയ ഓണറെ വിളിച്ചു. പഴയ ഓണർ അതിൻ്റെ മുമ്പത്തെ ആളുടെ ഓണർ തന്നു. അയാൾ ഒരാളുടെ നമ്പർ തന്നു. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഡൽഹിയിൽ നിന്ന് ഇതിൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ സ്ഥലത്ത് RT ഓഫീസിൽ പോയി ഒഫീഷ്യലിൻ്റെ റിക്വസ്റ്റിംഗ് ഇങ്ങനത്തെ കേസ് പറഞ്ഞു. അയാൾ അവിടെ നിന്ന് അതിൻ്റെ ഡോക്യുമെൻ്റ് എടുത്തു കിട്ടി. അപ്പോൾ UN ഫുഡ് പ്രോഗ്രാമിൻ്റെ വണ്ടിയായിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. UN ഫുഡ് പ്രോഗ്രാമിൻ്റെ വണ്ടിയായിരുന്നു. ആ വണ്ടി വന്ന ദിവസം ബിൽ ഓഫ് ലാൻഡിങ്, ബിൽ ഓഫ് എൻട്രി, ഒറിജിൻ ഓഫ് പോർട്ട്, ജപ്പാനിൽ നിന്ന് ഈ വണ്ടി അവർ കൊണ്ടുവന്നത്, ഏത് കമ്പനി കൊണ്ടുവന്നു, രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ മറ്റേ 3UN എന്നൊക്കെ പറഞ്ഞ അവരുടെ എംബസി പോലത്തെ ഒരു നമ്പറിലാണ് അത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ഇത് കഴിഞ്ഞ് ആ ലേലത്തിനെടുത്ത് ആദ്യത്തെ ഓണർ ആര് വാങ്ങി അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വേണം അത് സീൽ ചെയ്ത് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കാൻ, NOC, അതെല്ലാ ഡോക്യുമെന്റ്സും ആയിട്ട് കിട്ടി. സത്യം പറഞ്ഞാൽ ഈ ചിരിയൊക്കെ വന്നത് അത് കിട്ടിയപ്പോഴാണ്. ഇല്ലേ ചേട്ടാ, ഞാൻ പറയട്ടെ, ഈ വണ്ടികളെല്ലാം മറ്റുള്ള വണ്ടികളെല്ലാം പല ആൾക്കാരുടെ വണ്ടികളാണ്. അതെല്ലാം അവർ ക്ലിയർ ചെയ്തെടുക്കും. എൻ്റെ വണ്ടി ഇറക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് കാര്യമുണ്ട്? ഈ കഷ്ടപ്പെട്ട മുഴുവൻ നമ്മൾ ഈ വണ്ടി പ്രാന്ത് എൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് ഇത് കിട്ടിയില്ലെങ്കിലും. അപ്പൊ ഞാൻ ഈ സാധനം കിട്ടിയ ഉടനെ കസ്റ്റംസിന്റെ ഓഫീസിലോട്ട് നേരെ ഫോൺ വെച്ചുകൊണ്ട് തന്നെ ഓടി. അതായത് എൻ്റെ ഫോണിൽ വന്നതാണ്, ഞാൻ അങ്ങനെ തന്നെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞത് അവർക്ക് പിന്നെ കണ്ടാലറിയാം ഇതൊക്കെ ഡോക്യുമെന്റ് ഒരു UN വലിയൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ അറിയാം. അത് കറക്റ്റ് കണ്ടെല്ലാം കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് ഷാസി നമ്പറൊക്കെ നോക്കിയവരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി സബ്മിറ്റ് ഇനി അവരുടെ ഫോർമാലിറ്റീസ് കഴിയുമ്പോൾ ദേ വിൽ ഗീവ് ദ വെഹിക്കിൾ ബാക്ക്. പക്ഷെ അവരും അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഒരു ലീഗലായിട്ട് വന്ന വണ്ടി മറ്റേ പിടിച്ചു വെക്കണം എന്നില്ല. ലീഗലായിട്ടുള്ള വണ്ടികളെ എത്രയും പെട്ടെന്ന് വിടുക, അല്ലാത്ത വണ്ടികളെ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഇതും. പിന്നെ അവർ ഒരിക്കലും ഇപ്പം മീഡിയയിൽ പറയുന്ന പോലെ ഹരാസ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെരി ജെന്റിൽ. പിന്നെ ഇതിൽ ആരുടെ വീട്ടിൽ ഇപ്പം നാളെ ചേട്ടൻ്റെ വീട്ടിൽ അവർക്കൊരു ഡൗട്ട് തോന്നിയാൽ അവർക്ക് കയറാം, ആരുടെ വീട്ടിലും കയറാം. ആരുടെ വീട്ടിലും സംശയമായിട്ട് തോന്നിയാൽ അവർക്ക് കയറി എന്തും എടുക്കാനുള്ള അധികാരമുണ്ട് അവർക്ക്. അത് പിന്നെ കുറച്ച് മീഡിയയിൽ പറയുന്നത് ഞാൻ വന്ന് കയറിയപ്പോൾ എന്താ പറയുക അവരോട് മോശമായിട്ട് പെരുമാറിയത്. പക്ഷെ ഒരിക്കലല്ല. അത് ഈ 11 മാസം മുമ്പ് റെയ്ഡ് ഉണ്ടായപ്പോൾ
ഇതിന്റെ മിക്ക വണ്ടിയുടെ ഓണേഴ്സിൽ 2-3 പേരൊക്കെ പുറത്തുള്ളവരാ. അപ്പോൾ അവര് അവരുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ജിമ്മിൽ നിന്ന് എന്നെ വിളിച്ച് വീട്ടിലോട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഈ അഡ്വക്കേറ്റിനെ വിളിച്ചു, സാറേ ഇപ്പൊ വീട്ടിൽ റെയ്ഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അഡ്വക്കേറ്റ് എത്തിയിട്ട് ഓഫീസേഴ്സിനോട് ചോദിച്ചു, അതായത് സെർച്ച് വാറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അവലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു, പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോൾ ആ അഡ്വക്കേറ്റിന്റെ അടുത്താണ് പറഞ്ഞത്. അഡ്വക്കേറ്റ് പറഞ്ഞു. അപ്പൊ അവര് തമ്മിൽ ചെറിയൊരു കുറച്ച് നേരത്തേക്ക് ഒരു ക്ലാഷ് ഉണ്ടായി. പക്ഷെ അത് അവരും സോൾട്ട് ഔട്ട് ആയി. അവർക്കും മനസ്സിലായി ഇതെല്ലാം ഒറിജിനലാണ് കാര്യങ്ങളാണെന്നുള്ളത്. അത് പുറത്ത് നിന്ന് മീഡിയ ആൾക്കാർ കുറച്ച് കേട്ടപ്പോഴേക്കും ഞാനാണ് ഒച്ചുണ്ടാക്കിയെന്ന് വിചാരിച്ചു. പറ്റിയത് അതാണ് വാർത്ത. ഈ അമിത്തിന് തരുന്ന ഇതിന് തൊട്ട് മുമ്പുള്ള ഓണർ എവിടെ ഉള്ളായിരുന്നു? ഞാൻ വാങ്ങുന്ന ഗോവയിലുള്ള ഒരാളുടെ അടുത്തുനിന്നാണ്, മഞ്ജുനാഥ് ഡൂക്ലി എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ അതിനു മുമ്പ് 4-5 ഓണേഴ്സ് മാറി പോയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ടി രജിസ്റ്റർ ചെയ്തത് ഫസ്റ്റ് ഈ വണ്ടി വാങ്ങി രജിസ്റ്റർ ചെയ്ത ആള് ശ്യാം മോഹൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വണ്ടി ഓപ്ഷൻ എടുത്തിട്ട് ഫസ്റ്റ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യണത്. ഡൽഹിയിൽ അത് എനിക്ക് ഇയാളായിട്ട് യാതൊരു പരിചയമില്ല. ഇത് ഡൽഹിയിലുള്ള ആളാണോ? ഡൽഹിയിലുള്ള ആളാണ്. അപ്പൊ കൈമറിഞ്ഞ് ഡൽഹിയിൽ 15 വർഷം കഴിഞ്ഞ് 10 വർഷം ഇത്ര വർഷം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിലോട്ട് മാറണം. അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്താണ് എൻ്റെ വണ്ടി MP വന്നത്. അതായത് അവിടെ നിന്ന് 15 വർഷം കഴിഞ്ഞാൽ പെട്രോളും 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് കൈമറിഞ്ഞ് വേറെ ആളുടെ അടുത്ത് വന്നു. അവിടെ നിന്ന് കൈമറിഞ്ഞിട്ടാണ് ഞാൻ വേറെ ആളുടെ നിന്ന് വാങ്ങണത്. അപ്പൊ എനിക്ക് ഒരിക്കലും ഈ ആളുടെ അടുത്തോട്ട് ഡയറക്റ്റ് കോൺടാക്ട്. 4ാമത്തെ ഓണറാണ് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ. എനിക്ക് ഇതിന് മുകളിൽ ഒരാളെ അറിയുള്ളൂ. അല്ല ഇപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ 4ാമത്തെ ഓണറായി വരും. പക്ഷെ ഇതിന് മുമ്പുള്ള ആൾക്കാർ എനിക്ക് എന്നോട് കോൺടാക്ട് വന്നതിനെന്നറിയോ, ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോയപ്പോൾ ഈ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമല്ലോ, അപ്പൊ അതിലൊരാൾ മെസ്സേജ് പറഞ്ഞു, ബ്രോ ഐ ആം ദ എക്സ് ഓണർ ഓഫ് യുവർ കാർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച് പുള്ളി എൻ്റെ അടുത്ത് എൻ്റെ വണ്ടിയുടെ പഴയ ഒരു കമ്പനി വന്ന മ്യൂസിക് സിസ്റ്റം ഒക്കെ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തു. 11 മാസം മുമ്പ് ചെക്കിംഗ് വന്നപ്പോൾ ഞാൻ പുള്ളി എടുത്തു, ബ്രോ ഡു യു ഹാവ് എനി ബാക്ക് ഡോക്യുമെന്റ്സ് എന്ന് ചോദിച്ചു. എന്റെ വീട്ടിൽ ചോദ്യം വന്നില്ലേ പോലും ഞാൻ ചുമ്മാ ചോദിച്ചു. അപ്പോഴാണ് പുള്ളി സെയിൽ ഡീറ്റ്സും സാധനങ്ങളൊക്കെ കുറച്ച് അയച്ചു തന്നത്, പഴയ ഇൻഷുറൻസ് എല്ലാം. ഇത് വാങ്ങി വെച്ച സമയത്ത് ഞാൻ സത്യം പറഞ്ഞ ഇതും പണ്ടത്തെ ആ സാധനം അന്നേ പൊക്കി എന്റെ കയ്യിൽ വെക്കേണ്ടതായിരുന്നു. അത് വെച്ചില്ല, ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ വണ്ടി അവർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ലായിരുന്നു. അന്ന് 11 മാസം മുമ്പ് വന്നത് അമ്മത്തിന്റെ അടുത്ത് വരുന്നു, പിന്നെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പരിശോധിച്ചു. അന്ന് വേറെ ഒന്നും നടപടികളിലേക്കൊന്നും പോയില്ലായിരുന്നു. സെയിം ചേട്ടാ, ഇപ്പോഴും നടപടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന വണ്ടികളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയും. ആരുടെയാണ്? ഇന്ന ആൾക്കാർ. ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുക. അതുകൊണ്ട് അവർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് തന്നെ അന്നുണ്ട്, ഇപ്പോഴും അതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും എന്നോട് ചോദിച്ചപ്പോൾ ചോദിച്ചത് ഇന്ന വണ്ടി ആരുടെയാണ്, ഇന്ന വണ്ടികളുടെ ഇതെല്ലാം ഭൂട്ടാൻ അല്ല എന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എൻ്റെ ഇതിൽ ആണെന്ന് തോന്നുന്നില്ല. കാര്യം ഇന്ന വണ്ടികളെല്ലാം ഒന്ന് ഷോറൂമിൽ നിർത്താണ്, ഇന്ന വണ്ടികൾ ഇന്ന ആൾക്കാരുടെ. അന്ന് അവരുടെ കോൺടാക്ട്സ് തരാൻ പറഞ്ഞു. എല്ലാവരുടെയും കോൺടാക്ട്സ് കൊടുത്തു. ഇപ്പം ഇന്നും ഒരാൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇൻവോയ്സ് ഒക്കെ ആയിട്ട്. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കോയമ്പത്തൂരുള്ള ഒരു മറ്റേ ഈ മാഫിയ ആയിട്ടുള്ള ആൾക്കാരോട് ബന്ധമുണ്ടോന്ന് ഇന്നിപ്പോ വന്നില്ലേ? ഇതൊക്കെ അന്നേ ചോദിച്ചതാ. അതായത് 11 മാസം മുമ്പ് ഈ ചോദ്യം വന്നത് എങ്ങനെ അറിയൂ? 11 മാസം മുമ്പ് ഈ ഇന്ത്യ മൊത്തമുള്ള പല ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡൽഹിയിലൊരു സ്പെയർ പാർട്സ് കൊടുക്കുന്ന ആളുണ്ട്, പഞ്ചാബിലുണ്ട്, ചെന്നൈയിലുണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഈ കോയമ്പത്തൂരുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇവരൊരു 4-5 വണ്ടികൾ കസ്റ്റംസ് പൊക്കി. അതെല്ലാം ഭൂട്ടാൻ വന്ന വണ്ടികളായിട്ട് പൊക്കി. അത് 11 മാസം മുമ്പാണ്. അന്ന് പൊക്കി കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് റെയ്ഡ് നടക്കുന്നത്, ഞങ്ങളുടെ ഗരാജിലൊക്കെ വന്നത്. ആ സമയത്ത് ഇതേപോലെ ഇവരായിട്ട് ബന്ധമുണ്ടോ, ഇന്ന സാധനങ്ങളുണ്ടോ എല്ലാം അന്നും ചോദിച്ചു. ഇത് കഴിഞ്ഞ് ഈ പ്രാവശ്യം വന്നപ്പോൾ വേറെ ഓഫീസറായിരുന്നു മാത്രം. ഈ ഓഫീസർ ചോദിച്ചു, അമിത്ത് ഇന്ന ആളായിട്ട് പരിചയമുണ്ട്. നമ്മൾ പരിചയമുണ്ട്. ഞാൻ മാത്രമല്ല, ഇന്ത്യയിലുള്ള OLX അവരുടെ ആയിട്ടുണ്ട് ഇപ്പോഴും, അതായത് വണ്ടികളുടെ പാർട്സിൻ്റെ ഒക്കെ. ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ലാൻഡ് ക്രൂസർ ഓണേഴ്സ് ആണോ, ഇവരുടെ അടുത്ത് എന്തെങ്കിലും പാർട്സ് വാങ്ങിച്ചേ പറ്റുള്ളൂ. കാര്യം ചേട്ടാ ഈ വണ്ടിയുടെ പാർട്സ് ഒന്നും ഇപ്പൊ പുതിയ കിട്ടില്ല, ആരും മാനുഫാക്ചർ ചെയ്യാനുള്ള. ഇപ്പൊ ഞങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും, എടാ നിന്റെ ഇത് വല്ലതും സ്പെയർ ഇരിക്കുന്നുണ്ടോ, ശരിക്കും പിറക്കി പണിയില്ലേ? അതായത് നമ്മൾ ഈ വണ്ടി ഓടിച്ചു നടക്കാൻ വേണ്ടി പിറക്കി നടക്കാന്ന് പറയില്ലേ, കന്നാസം കയറുന്നത് എന്ന പോലെയാണ് ഇപ്പോ. അതായത് എല്ലാ ഓണേഴ്സിന്റെ അടുത്തും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അളിയാ അത് യൂസ് ചെയ്യണ്ടോ, അത് തരുമോ, ഇത് യൂസ് ചെയ്യണ്ടോ, ഇത് തരുമോ. അപ്പൊ ഇവന്മാരുടെ അടുത്ത് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ 11 മാസം കഴിഞ്ഞിട്ടല്ല കേട്ടോ, 11 മാസം മുമ്പ് മുതൽ നമ്മൾ കുഞ്ഞു സാധനങ്ങൾ, ഡോർ പാഡ് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. 11 മാസം കഴിഞ്ഞ് ഈ പ്രശ്നം വന്നപ്പോൾ പിന്നെ ആരും അങ്ങനെ ഞാൻ വാങ്ങിയിട്ടില്ല, വേറെ പല ആൾക്കാരും വാങ്ങിയിട്ടില്ല. അവിടെ നിന്ന് വാഹനങ്ങളും വാങ്ങിയിട്ടില്ല, പാർട്സാണ് വാങ്ങിയിരിക്കുന്നത്.
ഇവരിങ്ങോട്ട് ഈ പ്രാവശ്യം ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, അമിത് ഇവരായിട്ട് എന്താ ബന്ധമുള്ളത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിലൊരു സാധനം പറയാൻ വിട്ടുപോയി, ഗിയർ ബോക്സിൻ്റെ ഒരു ഹബ്ബ്. ഇത് വാങ്ങിച്ചിട്ടില്ലേ? ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാര്യം ഇവർക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ പറയുന്ന 2 പേരെ ഇവിടെ കൊണ്ടുവന്ന് അവര് ആർക്കൊക്കെ സാധനം വിറ്റിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഫുൾ ലിസ്റ്റ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്നും ഗൂഗിൾ പേയിൽ നിന്നും കൊടുത്തേക്കുന്ന പൈസയുടെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ അവിടെ ഉണ്ട്. ഇല്ല എങ്ങനെയാ ചേട്ടാ അവർ കറക്റ്റ് എന്നോട് ചോദിക്കണം. ആ വണ്ടി വാങ്ങിച്ചിട്ടില്ലെന്നും അവർക്കറിയാം. പക്ഷെ ഇപ്പോ ഒരു ചിലപ്പോൾ അവർ പറയും ഇന്ന ആൾക്കാരായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പിന്നെ നമ്മൾ കുറെയൊക്കെ ഇവർ ഊഹിച്ച് പറയാം, കുറ്റം പറയാൻ പറ്റില്ല, മീഡിയ ആണ്, അത് പറയും. അതാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പം ഇന്ന് കണ്ട വാർത്ത, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കോയമ്പത്തൂർ യാത്ര. അതിൽ മാഫിയാണ്, അവരെ അന്വേഷണത്തിൽ വിധേയമാക്കും, അവരെ കുറിച്ച് അന്വേഷിക്കും. അത് അന്ന് 11 മാസം മുമ്പ് ഇത് നടന്നേക്കണാണ്. പിന്നെ 11 മാസം മുമ്പാണ് ആദ്യമായിട്ട് നടക്കുന്നത്. അതല്ലേ? യെസ്. അന്ന് അന്വേഷണത്തിനൊന്നും കണ്ടെത്തിയിട്ടില്ല. അല്ല, അവിടെ വണ്ടികൾ മറ്റേ പുറത്തുനിന്ന് വന്ന വണ്ടികൾ സീസ് ചെയ്തു. അന്നേ സീസ് ചെയ്തു. അന്നേ അവിടെ സീസ് ചെയ്തു. നമ്മുടെ അടുത്ത് വന്നു, അതിന്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അന്നേ വന്നു. ചേട്ടാ ഇപ്പം ഇത് പുറത്ത് വന്നപ്പോഴാണ് ന്യൂസ് ആയത്. പക്ഷെ ഇതൊക്കെ അന്നേ സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ ഗവൺമെന്റ്. ഐ മീൻ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കസ്റ്റംസ് ആണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഈവൻ തമിഴ്നാട്ടിൽ പോയിട്ട് വരെ പിടിച്ചത്. ഇന്ത്യയിലുള്ള വേറെ ആരും ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്നുള്ളവരാണ് ഇത് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. അതൊക്കെ അന്നേ ചെയ്താണ്. അതാണ് ഇപ്പോഴും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ അമിത് പിന്നെ സഹകരിക്കുന്നില്ല, കസ്റ്റംസുമായിട്ട് സഹകരിക്കുന്നില്ല? ചേട്ടാ കഴിഞ്ഞ ദിവസം പോലും ഈ ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ ഓടിപ്പോയി അവിടെ അടുത്ത് പോയി സാറിൻ്റെ അടുത്ത് പോയി കാണിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. സഹകരിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ തന്നെ വാർത്തയും പറഞ്ഞിട്ടാ പോകുന്നത്. ഞാൻ അവരുടെ മുമ്പിൽ കൂടിയാണ് ചെന്ന് സാറിനൊപ്പം സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്നത്. പക്ഷെ ഇവിടെ പറയുമ്പോൾ അത് മീഡിയയിൽ പക്ഷെ വേറെ സ്റ്റൈലിലാണ് പറയണത്. അതൊക്കെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് നമ്മളോട് സ്നേഹമുള്ളവരും സ്നേഹമില്ലാത്തവരാണേലും കുറെ പേര് ചിലപ്പോൾ ഒന്നും മിണ്ടായിരിക്കും. എന്തിനാ വെറുതെ ചോദിച്ചു വേദനിപ്പിക്കായിരിക്കണം. ചില ആൾക്കാർ ഇവനിട്ട് ഒരെണ്ണം കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് എന്താ അളിയാ ഇത്, എന്ത് പറ്റിയ അളിയാ എന്നാണ് അയക്കും. പിന്നെ അതിന് എന്ത് റിപ്ലൈ അയക്കാൻ, എത്ര പേർക്ക് റിപ്ലൈ അയക്കാൻ? ഒന്നും റിപ്ലൈ അയക്കാനില്ല. ഇപ്പൊ ഈ അമിത് പണിയാൻ കയറ്റിയ ഗ്യാരേജിൽ ഫ്രണ്ടിൻ്റെ ആന്ന് പറഞ്ഞു. അവിടെ വന്നിരിക്കുന്ന വണ്ടികളിൽ മലയാളീസിന്റെ വണ്ടികൾ എത്ര എണ്ണം ഉണ്ട്? മലയാളീസിന്റെ, ഗൾഫിൽ, ഇതെല്ലാം പണ്ട് പല ഹിന്ദിക്കാരുടെയൊക്കെ വണ്ടികളൊക്കെ ആയിരുന്നു. ഇതിൽ മലയാളീസ് ആണ് കെയർ ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നേക്കുന്ന. ഈ മലയാളികൾ ഇപ്പോൾ OLXലും അല്ലെങ്കിൽ എന്തിലൊക്കെ കാണുന്നതൊക്കെ അവര് വാങ്ങിക്കിട്ട് നമ്മുടെ അടുത്തോട്ട് കൊടുത്തു വിടും. ഇതിൽ തന്നെ ഹിന്ദിക്കാർ, അതായത് പുറത്തുനിന്ന് ഒരുപാട് പേര് എനിക്ക് അറിയും. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ഹൈലക്സിന്, ഇപ്പൊ ഇതിൽ പറയുമ്പോൾ ചേട്ടൻ മനസ്സിലാവുന്ന അറിയില്ല, GR കിറ്റ് എന്നുള്ള സാധനമുണ്ട്. അതായത് ഇപ്പൊ എല്ലാവരും വെക്കുന്നത് ഇങ്ങനെ വൈഡ് ബോഡി ഫെൻഡർ ആയിട്ടുള്ളത്. ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാനാ ചെയ്തത് GR കിറ്റ് ബമ്പറിന് വൈഡ് ബോഡി കിറ്റ് ഇല്ലാതെ തന്നെ ഒരു പീസ് ഉണ്ടാക്കി. അപ്പൊ GR കിറ്റിന്റെ ബമ്പർ യൂസ് ചെയ്യാം, വൈറ്റ് ബോർഡ് കിറ്റ് വേണ്ട. ഞാൻ ബൈ ഹാൻഡ് ഉണ്ടാക്കിച്ചതാ. ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഓൾ ഇന്ത്യ ബ്രോ വി വാണ്ട് ദിസ് എന്ന് പറഞ്ഞു വന്നു. അതിൽ 2 പേര് കർണാടകയിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് വിട്ടിട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തു വിടയത്. പിന്നെ പുറത്തുനിന്ന് പിന്നെ വേറെ ചെയ്തത് നമ്മുടെ ലാൻഡ് ക്രൂസറിന്റെ വീലാർച്ചയാണ് ഉണ്ടാക്കിയത്. ഈ വീലാർച്ച ഉണ്ടാക്കിയതിനും ഒരുപാട് പുറത്തുനിന്ന് എൻക്വയറി വന്നിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇതൊക്കെ പ്രശ്നമാവുന്നുള്ളത്. ഇപ്പൊ ഒരു എന്താ പറയാ, ചേട്ടനൊരു ഒരാള് വിളിച്ച് നമ്മളോട് ഇങ്ങനെ ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ ആസ് എ മേക്കർ നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് എക്സൈറ്റ്മെന്റ് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അത് തന്നെയാണ്. ആണ് ഇപ്പൊ എനിക്ക് ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എന്തിനാണ് ഇങ്ങനെയുള്ള വണ്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊന്ന് പിടിച്ച വണ്ടിയൊന്നും നോക്കിയാൽ അറിയാം. ഞാൻ വൈറ്റ് ബോഡി ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ചെക്ക് ചെയ്ത് അറിയാം. ഒരു വൈറ്റ് ബോഡി കിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ. അതായത് വണ്ടിയുടെ വലിയ ടയറുകളുടെ സൈസിന് വൈറ്റ് ബോഡി ചെയ്യുക. ആ വൈറ്റ് ബോഡി എന്ന് വെച്ചാൽ നമുക്ക് 4 ഫെൻഡറിൽ നിന്നും അഴിച്ചെടുത്ത് മാറ്റാം, 4 സൈഡിൽ നിന്ന് മാറ്റാം, എപ്പോഴും വെക്കുകയും ചെയ്യാം. പക്ഷെ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ഇതുപോലത്തെ വണ്ടികൾ നമ്മുടെ അടുത്ത് കിട്ടണം. അപ്പോൾ ഇവരാരെങ്കിലും ഇത് എൻ്റെ വണ്ടിയിൽ ഞാൻ ചെയ്തു. ഒരു വണ്ടി ഇസൂസുലും എൻ്റെ ലാൻഡ് ക്രൂസിലും ചെയ്തപ്പോൾ ഇവർക്ക് കുതിയായി. ഇൻക്ലൂഡിങ് ഫോറിനേഴ്സ് പോലും അതിന്റെ താഴെ വന്ന് ചോദിച്ചിട്ടുണ്ട്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്ലേഴ്സ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഹുഡ്. ഞാൻ ഉണ്ടാക്കിയതാണത്, ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ആൻഡ് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയാം, ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് ഗുഡ് ലുക്കിംഗ് ലാൻഡ് ക്രൂസർ ഇൻ ദ വേൾഡ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് അമ്മയുടെ പരിപാടിക്ക് വന്നായിരുന്നല്ലോ. അപ്പൊ അത് വീണ്ടും മോനെടുത്തിട്ട് റീലടിച്ച് വ്യൂവേഴ്സ് കൂടിയാണ്. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഗുഡ് ലുക്കിംഗ് ലാൻഡ് ക്രൂസർ. അത് കണ്ട് ഒരുപാട് ആൾക്കാർ
അത് കണ്ടാണ് എനിക്ക് വന്നത് മുഴുവൻ. അപ്പൊ എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയൊരു ഐഡിയ, ഇങ്ങനെയാണെങ്കിൽ ഈ വണ്ടികളുടെയൊക്കെ വൈറ്റ് ബോഡി ചെയ്തിട്ട് ഒരു ഡൈ കീപ്പ് ചെയ്താൽ എനിക്ക് എക്സ്പോർട്ട് ചെയ്യാലോ. അതെ, തീർച്ചയായിട്ടും. സത്യമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു പ്ലാനായിരുന്നത്. പിന്നെ എന്താ പറയുക, ഒരു പുറത്തുനിന്നൊക്കെ അപ്പോൾ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ UK ഡിഫൻഡറുകളും ലാൻഡ് റോവറുകളൊക്കെ ഓരോ പ്രൈവറ്റ് കമ്പനികളെ ബിൽഡ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര പ്രൈസിനാണ് ബിൽഡ് ചെയ്യുന്നത്. ആ പാർട്സിനല്ല അവർക്ക് പ്രൈസ് തന്നെ, ലേബറിനാണ്. നമ്മുടെ നാട്ടിൽ ലേബർ ചീപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഇത് നല്ല രീതിയിലൊക്കെ ഒരു കമ്പനി പോലെ ആയാൽ പുറത്തുനിന്നുള്ള വണ്ടികൾ ഇവിടെ ഇപ്പോൾ ഓജസിലൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പുറത്തുനിന്ന് വണ്ടി വരും, ബിൽഡ് ചെയ്ത് പോവിടുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ നോക്കിയാലും ലാഭമാണ്. ലേബർ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ലാഭമാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഒരു ബിസിനസ് വിഷനൊക്കെ ഉണ്ടായിരുന്നാണ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പടായത്. ഇപ്പൊ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് അല്ലേ? ഇവിടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേറെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഇന്ത്യയിൽ തന്നെ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഈ ഉദ്യോഗസ്ഥർ അറിയാതെ നടക്കില്ലോ. ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അറിയാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഒരു പങ്ക് അവർക്കുമുണ്ടല്ലോ ചേട്ടാ. പക്ഷെ അവരുടെ കുറ്റം പറയാൻ പറ്റാത്തതെന്ന് അറിയോ, ഈ ബിൽ ഓഫ് എൻട്രിയും ഈ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് പല ആൾക്കാർക്കും അവർക്കും അറിയില്ല ചേട്ടാ. അവർക്ക് വേണ്ട ഇപ്പൊ നോർത്തിലൊക്കെ എനിക്ക് അറിയില്ല എങ്ങനെ ഇത്, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ അവരെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ കേരളത്തിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല. കാര്യം വണ്ടിയുണ്ട്, മറ്റേ ഡോക്യുമെന്റ്സ്, സാധനങ്ങൾ എന്തൊക്കെയോ എനിക്ക് അതിന്റെ ഫോർമാലിറ്റി ഇല്ല, ഉണ്ടെങ്കിൽ അവരങ്ങ് ചെയ്തു കൊടുക്കും. വണ്ടി പോലും കാണണ്ട, അങ്ങനെ ചെയ്തു കൊടുക്കും അവിടെ. അപ്പോൾ അതിൻ്റെ അകത്ത് അവരും പെട്ടുപോയിട്ടുണ്ടാവും. അവരും നോക്കുമ്പോൾ ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്, അതിങ്ങനെ വന്നാന്നുള്ള അവർ ചിന്തിക്കില്ല, അവരും പെട്ടുപോയിട്ടുണ്ടാവും. ഈ ഇപ്പം അമിതിന്റെ വണ്ടി മോഡിഫിക്കേഷൻ കുറെ ചെയ്തു. ഞാനത് എന്താ പറയുക, ഇതേപോലുള്ള കിറ്റുകൾ പുറം രാജ്യങ്ങളിൽ ഈ വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കാതെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ബൈ ഹാൻഡ് ഉണ്ടാക്കി ഷേപ്പിൽ കൊണ്ടുവന്ന് നാക്കിയിട്ട് ഡൈ എടുക്കും. ഡൈ എടുത്തിട്ട് അത് ഫൈബറിൽ ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത് ചെയ്യും. അപ്പൊ ആ വണ്ടിയുടെ മോഡൽ തന്നെ മാറുന്നു അല്ലെ? രൂപം തന്നെ ആ വണ്ടിയുടെ തന്നെ ഫാക്ടറി ഇറക്കിയ കുറെ ആക്സസറീസ് ഞാൻ ഉണ്ടാക്കി. അത് സംഭവിച്ചു. പക്ഷെ ആ സാധനം നമ്മുടെ റോട്ടിൽ ഇറക്കണമെങ്കിൽ നമുക്ക് അതിന് പ്രത്യേക പേപ്പർ വേണ്ടേ? ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ലാൻഡ് ക്രൂസർ, ഇപ്പം എൻ്റെ അടുത്തുള്ള മോഡൽ, ഈ മോഡലിന് ഫ്രണ്ട് തന്നെ ഡിഫറൻഷ്യൽ ഫ്രണ്ട് അടിയിൽ സോൾ ടാക്സിലുള്ള മോഡലാണ്. അത് വളരെ കുറച്ച് വാഹനങ്ങളെ ഇന്ത്യയിലുള്ളൂ. എല്ലാവരും കമ്പയർ ചെയ്യുമ്പോൾ 100 സീരീസും 105 സീരീസും ഒന്നാന്ന് വിചാരിക്കും. എൻ്റെ വണ്ടി കണ്ട പൊക്കം കൂടുതലാണ്. ആ കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ സോൾ ടാക്സിലാണ്, അതായത് വലിയ ലോറിയുടെ പോലെ സോൾ ടാക്സിലുള്ള മോഡലാണ് കമ്പനിയിൽ നിന്നേ വരുന്നത്. 100 സീരീസുകാരൻ്റെ വണ്ടി എപ്പോഴും താന്നേ കിടക്കുള്ളൂ, കാര്യം ഫ്രണ്ട് IFS ആണ്. അപ്പോൾ ഈ മോഡൽ വണ്ടി എൻ്റെ വണ്ടി കണ്ടു കഴിയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഇതേപോലെ ആ വണ്ടി വേണം. ഇതിനിങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മോഡൽ ഉണ്ടാക്കി ആ പീസ് അവർക്ക് കൊടുക്കും. അപ്പൊ അവരുടെ വണ്ടിയിൽ വെക്കുമ്പോൾ എൻ്റെ വണ്ടി പോലെ അത് ടൊയോട്ട തന്നെ ചെയ്യുന്നതാണ്. ടൊയോട്ട തന്നെ ഈ ആക്സറീസും കിറ്റും, ആർട്ടിക് 35 എന്ന് പറഞ്ഞ കിറ്റുകളൊക്കെ അവർ തന്നെ കൊടുക്കുന്നതാണ്, എക്സ്ട്രീം കിറ്റ്. പക്ഷെ ഇവിടെ വാങ്ങാൻ ഭയങ്കര പൈസയാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇമ്പോർട്ട് ചെയ്തൊക്കെ ഒരു ഭയങ്കര, ഞാൻ പക്ഷേ അത് ബൈ ഹാൻഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അല്ല, അവിടെ എൻ്റെ ചോദ്യത്തിന് കൃത്യമായി എനിക്ക് അങ്ങനത്തെ വണ്ടികൾ നമ്മളിപ്പം ആ വണ്ടി കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതെ, ഇപ്പം അത് ആ വണ്ടി അങ്ങനെ വരുന്നതാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ വേണം, എൻ്റെ വണ്ടി പോലെ വേണം, ഞാനപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കും. അത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, മറ്റുള്ളവർക്കും വേണം. അത് നമ്മൾ RTO വന്നിട്ട് ആ പേപ്പറൊക്കെ റെഡിയാക്കണ്ടേ? RTO ഓഫീസിന്റെ പേപ്പർ റെഡിയാക്കണം. ആ വണ്ടിക്കുള്ള ആക്സറീസ് ടൊയോട്ട ആക്സസറീസ് ആണ് അതെല്ലാം. ഇപ്പം നമ്മൾ വണ്ടിയിൽ നമ്മുടെ സുസൂക്കി മാരുതി കാറ്, നമ്മുടെ ഇവിടുത്തെ ടെറൈൻ എങ്ങനെയാണ്, മഴയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം. പുറത്തൊക്കെ മഞ്ഞും പല ടെറൈനിലും എക്സ്ട്രീം കിറ്റുന്ന അവർ ഇറക്കുന്ന കാര്യം. എക്സ്ട്രീം മഞ്ഞും സ്ഥലങ്ങളുള്ളിടത്ത് മഞ്ഞ് തെറിക്കും സൈഡിലോട്ട്. അവർക്ക് മറ്റേ ബട്ടൺ ടയേഴ്സ് ഇടണം. അപ്പൊ മഞ്ഞ് തെറിക്കാതിരിക്കാൻ അവർ വീൽ ആർച്ചസ് ഉണ്ട്. അത് ടൊയോട്ട തന്നെ മാനുഫാക്ചർ ചെയ്ത് അവർ ചെയ്യുന്നതാണ്. ടൊയോട്ടയുടെ മാനുഫാക്ചറാ. വ്യത്യാസം ഇത് അമിത് മാനുഫാക്ചറാണ്. ടൊയോട്ടയ്ക്കുള്ള സാധനം ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. അതാണ് വ്യത്യാസം. കണ്ട ടൊയോട്ടയ്ക്ക് ഫാക്ടറി വരുന്ന വരും ഇത് അമിത് മാനുഫാക്ചർ ആണ്, അത് ടൊയോട്ട മാനുഫാക്ചർഡ് ആണ്. അതാണ് വ്യത്യാസം. അതാണ് എൻ്റെ വ്യത്യാസം. അതാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ വർക്ക് മാത്രമല്ല, ഇപ്പോൾ 10-25 വർഷം കഴിഞ്ഞ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 99% വണ്ടികളുടെയും വയറിങ് പോവും, ദ്രവിച്ചു പോകുന്നതാണ്. കാര്യം ഈ എലി കടിച്ചു പോവും, പല ഇത് പോവും. പിന്നെ എഞ്ചിൻ്റെ എല്ലാം ഓടാത്ത വണ്ടികൾ പോലും അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ റബ്ബർ കോമ്പൗണ്ട്സ് ഇല്ലേ,
ഇത് പതിയെ ദ്രവിച്ച് ഓയിലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം റീവർക്ക് ചെയ്താൽ മാത്രമാണ് രണ്ടാമത് ഇത് ഫങ്ഷനിങ് ആവുള്ളൂ. അവർക്ക് പലർക്കും വേണ്ടത് ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ കണ്ട് ഫാക്ടറി പോലെ ആവണം. അതായത് പുത്തൻ വണ്ടി പോലെ ആര് ചെയ്തിറക്കുന്നു അവനാണ് എന്താ പറയുക മാർക്ക്. പക്ഷെ അത് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ അവർക്ക് എല്ലാ സോഴ്സും ഉള്ളത് കൊണ്ട് ചെയ്ത് കണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ സ്വൈപ്പിൽ കാണുന്നത് സ്വൈപ്പ് ചെയ്തതാണ്. ഇവിടെ ഇരിക്കണ എനിക്ക് വേണ്ടത് ഇങ്ങനെയാ. അപ്പൊ അത് ചെയ്യാനാണ് ഇവിടെ ആൾക്കാർ ഇടിയിടിക്കുന്നത്. അപ്പൊ ഞാനും അങ്ങനെ റീബിൽഡ് ചെയ്തും റീസ്റ്റോർ ചെയ്തും. അപ്പൊ ഇതിന്റെ ഇടക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇത് മറ്റേ എങ്ങനെ ആരെ രജിസ്റ്റർ ചെയ്താണ്, എന്ത് രജിസ്റ്റർ ചെയ്താണ്, എങ്ങനെയാണ് ആൾക്കാർ മറ്റേ ഈ വണ്ടി എടുക്കട്ടെ, എടുത്തോ, കൊണ്ടുവന്നോ, ചെയ്തോ, സെറ്റ്, ഇത്രയും നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് 7 വണ്ടി എന്നാണല്ലോ പറഞ്ഞത്. 6 വണ്ടി ഗരാജിൽ, ഒന്നാണ് വീട്ടില് ഒരെണ്ണം കിടക്കണ്ടായിരുന്നു, വേറെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു, വേറൊരു വണ്ടി കിടക്കണ്ടായിരുന്നു, പിന്നെ എന്റെ വണ്ടി. അപ്പൊ 8 വണ്ടി. ആ 8 വണ്ടി ആദ്യം പറഞ്ഞ അമിത്തിന്റെ വണ്ടി എന്നാണ് വാർത്തകൾ വന്നത്. അവർക്ക് അത് തെറ്റിപ്പോകുന്നതിൽ തെറ്റില്ല. കാര്യം എന്താ പറയുക, എന്റെ വീട്ടില് റൈഡ് ചെയ്യണ സമയത്ത് തന്നെയാണ് അവിടെ റൈഡ് ചെയ്യണത്. അപ്പൊ അവിടുത്തെ കസ്റ്റംസിലെ ആൾക്കാർ എഴുതുന്ന 6 വണ്ടി എഴുതി കെയർ ഓഫ് അമിത്. ഇവിടെ വന്ന് കസ്റ്റംസ് പേര് എഴുതി 2 വെഹിക്കിൾസ് അമിത്. അപ്പൊ ടോട്ടൽ 8 വെഹിക്കിൾ അമിത്തിന്റെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 8 വെഹിക്കിള് അമിത് എന്ന് പറയുന്ന ഒരാളുടെയാണ്. ദുൽഖർ സൽമാന്റെ 2 വണ്ടിയുള്ളൂ. അപ്പൊ ഇവൻ മറ്റേ എന്തായാലും പ്രശ്നം വന്നേ പുറത്തുള്ള ആൾക്കാർ ന്യൂസ് കേൾക്കുന്നവർ കേൾക്കുള്ളൂ. അതെ. പക്ഷെ അത് അവിടെ ചെന്നപ്പോൾ അവർക്കത് ക്ലിയർ ആയി. കാര്യം ഇന്ന വണ്ടികൾ ഇന്ന ആൾക്കാരുടെയാണെന്നും എന്റെ വണ്ടി വരണമാണെന്നും അവര് തിരുത്താൻ തയ്യാറായിട്ട്. അപ്പം 100% സാർ, അതായത് അവർക്ക് ഇതിലൊന്നും ഒരു എതിരഭിപ്രായം ഇല്ല, നമ്മളെ ക്രോസ് ചെയ്യുകയോ ഒന്നുമില്ല. അവർ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഈവൻ എൻ്റെ അടുത്തിരുന്ന സാറ് ഓരോ ഓണേഴ്സിനെ ഞാൻ അവിടെ നിന്ന് തന്നെ മറ്റേ വാട്സാപ്പിൽ സാർ ഇന്ന ആളുടെയാണ്, ഇന്ന വർക്കിന് തന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവർക്കെല്ലാം അറിയാം. ഞാൻ പറയാതെ തന്നെ എല്ലാം എടുത്തിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ അമിത്തിന്റെ വണ്ടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്നില്ല. അന്ന് ആദ്യത്തെ വാർത്താ സമ്മേളനത്തെ ഇന്ന വണ്ടിയല്ല പിടിച്ചിരുന്നത്, ഇന്ന വണ്ടി പറയില്ല, അവര് പറയുന്നില്ല. അപ്പോഴും മാധ്യമങ്ങൾ കൊടുക്കുന്നത് 8 വണ്ടി എന്നുള്ള കൊടുക്കണം. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം ഓഫീസറിന്റെ ചോദിച്ചു. അറിയോ, ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽ പുറത്ത് പറയാന്നുള്ളത് അവരുടെ ഡ്യൂട്ടി അല്ല. നമ്മള് ഇപ്പൊ എന്നെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് അവർക്കറിയാം. പക്ഷെ ഒന്നും അറിയാത്തവര് ചിലപ്പോൾ എന്നെ അടുത്ത് ഇരിക്കുകയായിരിക്കും. ഞാനെല്ലാം പറയുമ്പോൾ അവരത് മാച്ച് ചെയ്യും, അറിയുന്നതും പറയുന്നതും ശരിയാണെന്നുള്ളത്. ഇപ്പൊ ഈ ഗാരേജിലുള്ള വണ്ടികളുടെ എല്ലാ പേപ്പറുകളും ഇപ്പം ഓരോ ഓണേഴ്സ് വന്ന് കൊടുക്കും, അവരോരോരുത്തർ കൊടുക്കുന്നുണ്ട്. യെസ്, കൊടുത്ത് തീർന്നതോ? കാര്യം ഇപ്പോൾ ന്യൂസ് വന്നപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു അവരവരുടെ വണ്ടികൾ ഓണൊക്കെ അവർ കാണാം. അപ്പോൾ അവർ തന്നെ 10 ദിവസം പറഞ്ഞു. എന്നോട് പറഞ്ഞത് 10 ദിവസം കൊണ്ട് ഒന്ന് നേരിട്ടോ അല്ലെങ്കിൽ അതാത് ഓണേഴ്സായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ആദ്യം തന്നെ കൊടുത്തു, നമ്മുടെ പേപ്പർ കിട്ടിയ ആദ്യം ഉണ്ടായില്ല. എൻ്റെ ആദ്യം ഇല്ലായിരുന്നു, ഇപ്പോൾ ഇന്നലെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായത്. ഇനി എന്താ വെച്ചാൽ ഇതേപോലെ ഇപ്പൊ എനിക്കൊക്കെ പോയി പഴയ ഡോക്യുമെന്റ് 1999 എടുക്കേണ്ട വന്നു. പക്ഷെ ഇന്നലെ വന്ന വണ്ടിയിൽ ഒരു 4 പേരുടെ വണ്ടി ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടികളാണ്. ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് ഒരു LC 200 ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്തായിരുന്നു. പ്രാഡോ 2. അപ്പൊ അതൊക്കെ അവർക്ക് ഷോറൂമിന്റെ വില്യൻ മാത്രം മതി, അത് അവർ കൊടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയും ഈ ഗണത്തിലേക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അല്ല, അങ്ങനെയല്ല. അത് കൂട്ടാൻ പറ്റില്ലെന്ന് അവർക്ക് അവിടെ എത്തുമ്പോഴല്ലേ അറിയുള്ളൂ. ഈ വണ്ടികൾ ഇത്രയും വണ്ടി ഉള്ളപ്പോഴേക്കും ഇത് പിടിച്ചാലല്ലേ കറക്റ്റ് ആണോ പറ്റാൻ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പിടിച്ച അയാൾക്ക് എന്താ ഉണ്ടായേ? അയാളുടെ വണ്ടി കൊണ്ടുപോയി ഡോക്യുമെന്റ്സ് അയാൾ കൊണ്ടുവന്നു. ഈ ഒരു ഇൻകൺവീനിയൻസേ ഉള്ളൂ. അവർക്ക് ആ വണ്ടി ഇപ്പൊ കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ വെച്ച് പിടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആ വണ്ടി ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ വിടാം. ഇപ്പൊ 1 മിനിറ്റ്, ഇപ്പൊ ഇതേപോലെ തന്നെ സെയിം ഒരവസ്ഥ നമ്മുടെ ഒരു പ്രാഡോ വേറെ കിടക്കണ്ടായിരുന്നു. അവിടെ അതിന്റെ ഇൻവോയ്സ് ഉണ്ടായിരുന്നു. സാറ് ചെക്ക് ചെയ്തു, അവരെങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്തു. ആ വണ്ടി കൊണ്ടുപോയില്ല. ഇപ്പം അമിത്തിന് വേണ്ടി തിരിച്ചു വന്നോ? ഇല്ല. ഇനിയിപ്പോൾ അതിന്റെ ഫോർമാലിറ്റി ഉണ്ട് റിലീസ് ചെയ്യാനായിട്ട്. ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് അവരായിട്ട് ഫോർമാലിറ്റി റിലീസ് ചെയ്യാനുള്ള ഫോർമാലിറ്റി അവർ ചിലപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ചെയ്ത് ആയിട്ടും വിടായിരിക്കാം. എൻ്റെ ഇടയ്ക്ക് ED അന്വേഷിക്കുന്നു പറയുന്നു. ആരന്വേഷിച്ചാലും നമ്മൾ ഇതിനെല്ലാം സഹകരിച്ചല്ലേ പറ്റൂ. എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ നോട്ടീസും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. EDയുടെ നോട്ടീസ് കിട്ടില്ല. ഇതിൽ ഇങ്ങനത്തെ വണ്ടിയിൽ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്, മയക്കുമരുന്ന് കിടത്തുന്നുണ്ട്, MDMA വലിക്കാത്ത ആളാ. ഏത്? ഞാൻ സിഗരറ്റ് വലിക്കില്ല, മറ്റേ ഷൂട്ടിന് വേണ്ടി വലിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും സിഗരറ്റ് വലി ശീലമില്ല, മദ്യപാനമില്ല, കഞ്ചാവില്ല, MDMA ഇതൊന്നുമില്ല. ഇത് ഞാൻ ചെയ്യാത്ത ആളാന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യണ്ടോ എന്നുള്ളത് എനിക്കില്ല എന്നുള്ളത് ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത് കൊണ്ടു നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അവർക്ക് അന്വേഷിച്ച് തൃപ്തിപ്പെടേണ്ടതാണ്. എനിക്ക് സഹകരിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ആ രീതിക്ക് ഒരു വാർത്ത വരുന്നുണ്ട്. ഉണ്ട്. ഞാൻ ട്രിപ്പുകൾ പോകുമ്പോൾ സ്ഥിരം ട്രിപ്പ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ട്രിപ്പ് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 5 ആൾക്കാരൊക്കെ ആയിരിക്കും മാറി മാറി വരുന്നത്. ഇവർക്കേ അറിയുള്ളൂ, പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കുടുംബത്തിനും അറിയാം. കുടുംബത്തിനേക്കാളും കൂടുതൽ നമ്മുടെ കൂടുന്ന ആൾക്കാർക്ക് അറിയാം. അതെ, കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ട്. അതെ, വീട്ടിൽ വരുമ്പോൾ ഈ സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയോ? സത്യമാണ്. അപ്പൊ കൂടെ വരുന്ന ആൾക്കാർക്ക് അറിയാം എന്താ ഞാനെന്നുള്ളത്. ഇങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ വീണ്ടും വരുന്നല്ലോ ചേട്ടാ എന്നൊക്കെ വൈഫ് പറയില്ല? ഓരോന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഇന്ന് മറ്റേ അല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തിരിക്കുമ്പോൾ ഈ ഫസ്റ്റ് കേട്ടത് വാർത്തകളെ മറ്റേ യാത്രകളെ കുറിച്ച് അന്വേഷിക്കും എന്നൊക്കെ പറയുമ്പോൾ നേരെ ഞാൻ ആ എക്സ്പ്രഷൻ വെച്ചത് ഇപ്പൊ എന്നെ നോക്കും. ഞാൻ പറയും അല്ല എന്ത് പറയും, ഒന്നും പറയാനില്ല. ഈ വാർത്ത കൊടുക്കുന്നവരെ വല്ലതും വിളിച്ചിരുന്നോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടായി കൊടുക്കുന്നു ചോദിച്ചോ? ഇല്ല ചേട്ടാ, അത് ഒരിക്കലും നമുക്ക് അങ്ങനെ വാക്ക് വിളിച്ചു പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം പല കാര്യങ്ങളും ഞാൻ കേൾക്കുമ്പോൾ അടുത്ത എൻ്റെ ഫ്രണ്ടിനോട് ഞാനും ചില പറയണം അവനിങ്ങനെ കുറിച്ച് കേൾക്കണ്ടല്ലോ, ഉറപ്പായിട്ട് നമ്മളും പറഞ്ഞു പോകും. ഇപ്പോൾ വി കനോട്ട് സേ. പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതിന് യൂസ്ഡ് ആയേ പറ്റുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഈ പൈസ എന്നുള്ള ചോദ്യമുണ്ട്. സിനിമയൊന്നുമില്ല, എവിടെ നിന്നാണ് ഇത്രയും വണ്ടി മേടിക്കാനുള്ള പൈസ? സിമ്പിൾ. എൻ്റെ കയ്യിലിരിക്കുന്ന വാഹനം, ആ വാഹനത്തിൻ്റെ വില എത്രയായിരിക്കും ചേട്ടൻ ചിന്തിച്ച്? എത്ര ആയിരിക്കും? എനിക്ക് വാഹനത്തിന്റെ വില പറയാം, എന്റെ മോനെ വിളിച്ചപ്പോൾ കറക്റ്റ് പറയും. വെറുതെ ചേട്ടൻ ഊഹിച്ചേ എൻ്റെ കയ്യിരിക്കുന്ന വാഹനത്തിന്റെ വില എത്രയായിരിക്കും? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എത്ര പറയും? ചേട്ടൻ ഒരു ഊഹം പറ വെറുതെ. പുറത്തുനിന്ന് മേടിച്ചപ്പോൾ ഉള്ള വിലയാണ് ഇപ്പോഴത്തെ വിലയാണ്. ആ ഒരു വാഹനത്തിന് എന്ത് വില വരുമായിരിക്കും? ലാൻഡ് ക്രൂസർ ആണ് ടൊയോട്ടയുടെ. ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. അതെ അതെ. എത്ര വരുമായിരിക്കും? അത് ഒരു കോടി രൂപ വരുമോ? 1 കോടി രൂപ. ഞാൻ വാങ്ങിച്ചത് 10 ചില്ലറക്കാണ്. ഈ വണ്ടികളുടെ വില എത്രയെന്നറിയോ? 10 ചില്ലറ, 15 ചില്ലറ. അത് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അല്ല, ഒരു 2-3 വർഷം മുമ്പ് ഇതൊക്കെയാണ് ഇതിന്റെ വില. എനിക്ക് തന്നാൾ വാങ്ങിയ എത്ര രൂപക്കെന്നറിയോ? 6.5 ലക്ഷം രൂപ. തന്നാൾ വാങ്ങിയത് 6 ലക്ഷം രൂപ വാങ്ങിയത്. ആ വണ്ടിയുടെയൊക്കെ വില ഇത്ര ഉള്ളേട്ടാ. ഒരു 2 വർഷം മുമ്പ്, പ്രത്യേകിച്ച് ഞാൻ വാങ്ങിക്കുന്ന കൊറോണയുടെ സമയത്താണ്. ഒരു കച്ചവടവും ഇല്ലാത്ത സമയത്ത് ഞാൻ ജിബൂട്ടി. യഥാർത്ഥത്തിൽ ആ വണ്ടിക്ക് എന്ത് വില വരും? അത്രേ ഉള്ളൂ വണ്ടിയുടെ വാല്യൂ. ആ വണ്ടിക്ക് അതേ വില. പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് 10-12 ലക്ഷം രൂപക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന വണ്ടി. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട് 12 ലക്ഷം രൂപക്ക് വണ്ടി വിൽക്കാൻ നോക്കിയിട്ട് വിൽക്കാതെ പോയി എത്ര വണ്ടികളൊക്കെ ഉണ്ടെന്ന് അറിയൂടെ? എനിക്കറിയാവുന്നത്. അണ്ട് എന്നോട് പറഞ്ഞു ബ്രോ ആരെങ്കിലും ഉണ്ടെന്ന് പറയാന്ന് പറഞ്ഞു. അണ്ട് ആ വണ്ടി എന്നോട് ആരെങ്കിലും ലാൻഡ് ക്രൂസർ വിൽക്കാന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ അവന്റെ നമ്പർ കൊടുക്കും. ആ വണ്ടി വിറ്റിട്ടില്ല ഇപ്പോഴും. അപ്പൊ ഇതാണ് അതിന്റെ വില. പക്ഷെ ചില വണ്ടികൾ ചില ആൾക്കാരെ എടുത്ത് ഒരു റീഫോബ് ചെയ്ത് 2-3 ലക്ഷം രൂപ കൊടുത്ത് പെയിന്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് OLX അങ്ങിടും. 35 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ. ഞങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതായത് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വണ്ടി ഉള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഓരോ ഓണേഴ്സ് ഇടും. പറയണ വില നോക്കിയേ. അപ്പൊ ഞങ്ങൾ പറയും കൂടട്ടെ, നമ്മൾ 10 ഇതിനൊക്കെ വാങ്ങിച്ച വണ്ടിയാണ്, കൂടട്ടെ എന്ന് പറയും. പക്ഷെ എവിടെയോ ഈ വിലക്ക് വാങ്ങിയെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ ചേട്ടാ? ഫോർച്യൂണർ ഇല്ലേ, ഫോർച്യൂണറിൽ പോണ സ്പീഡിൽ പോലും ഈ വണ്ടിയൊന്നും പോവില്ല. ഈ 40 ലക്ഷം രൂപ മുടക്കി വാങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപ പണിയണമെന്നറിയോ? ഇതൊന്ന് എന്താ പറയുക, ഒരു 500 കിലോമീറ്റർ ഒറ്റ ഓടിക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് വന്നെങ്കിൽ നടക്കില്ല. ഇത്ര വർഷം പഴക്കമുണ്ടത്. എവിടെ ആരോ ഈ പറഞ്ഞ 30-40 വാങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്പർ തരാളെ ഒന്ന് ചോദിക്കൂ. 12 ലക്ഷം രൂപ പറഞ്ഞിട്ട് ആ ലാൻഡ് ക്രൂസർ വിൽക്കാൻ പറ്റിയിട്ടില്ല അവന്. എവിടേക്കോ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ 10 ചില്ലറയ്ക്ക് വാങ്ങി. പിന്നെ അത് പണിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ എത്ര മുടക്കുന്നു വണ്ടിക്ക്? ഞാൻ തന്നെ പണി, അതുകൊണ്ട് വലിയ പൈസ വന്നില്ല. ഇല്ല, ഇപ്പൊ ഒരു സാധാരണ ഒരാൾ എടുക്കുകയാണെങ്കിൽ ഒരു എഞ്ചിൻ ഓവറോൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു 2 ലക്ഷത്തിന്റെ മുകളിലൊക്കെ വരും. വയറിങ് വരും 1 രൂപയുടെ മുകളിൽ, കംപ്ലീറ്റ് വയറിങ് ഒക്കെ 2 ചെയ്ത് തരും. പെയിന്റിങ് വരും ഒരു 1.5 മുകളിൽ. ചില സ്ഥലത്ത് 1 രൂപ താഴെ അടിക്കും, ചില സ്ഥലത്ത് 1.60-1.70 അടിക്കും. പിന്നെ ബീഡിങ്ങൾ, എല്ലാ റബ്ബറുകളൊക്കെ മാറി വരുമ്പോൾ 1.7 രൂപ. അപ്പം ഇത് പിന്നെ നമ്മുടെ ഇഷ്ടമാണ്. എന്തോരം പുതിയതാക്കാൻ നോക്കുന്തോറും പൈസ കൂടിക്കൊണ്ടിരിക്കും. പുതിയതാക്കാൻ നോക്കുന്തോറും ഇതിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ടയേഴ്സ് മാറണമെങ്കിൽ BF ഗുഡ്രിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇടണമെങ്കിൽ ഒരു ടയറിന് 36,000 രൂപ ഒരു ടയറിന്. അപ്പൊ എത്രയായി ടയറിന്? ഒരു അലോയ് വാങ്ങിക്കണമെങ്കിൽ 2.5 ലക്ഷം രൂപയാണ്. 5 അലോയ് വാങ്ങിക്കണമെങ്കിൽ. അപ്പൊ സസ്പെൻഷൻ വാങ്ങിക്കണമെങ്കിൽ 2 ലക്ഷത്തിന്. ഇത് എൻലെസ് ആണ് ചേട്ടാ. ഈ പ്രാന്ത് കാരണം ഇതെല്ലാം മാറിയിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഇല്ല. ഇതെല്ലാം എൻ്റെ എന്താ പറയാ, കുറച്ച് എന്താ പറയാ, കുരിശ് പരിപാടികളിൽ ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു ചില 5 ടയർ പുത്തം മാറാനുണ്ടാവും. മാറാനുള്ള സമയത്ത് ചിലപ്പോൾ യൂസ് ടയറൊക്കെ ഞാൻ വാങ്ങിക്കും.
അങ്ങനെ യൂസ് ചെയ്യും. എൻ്റെ വണ്ടി കിടക്കുന്ന യൂസ്ഡ് അലോയ് വീലാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ആ അലോയ് വീല് പോരാ, അടിപൊളി അലോയ് വീൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കും. കുറേ വണ്ടികൾ, കുറേ സാധനങ്ങൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരാൾ വണ്ടി വന്നപ്പോൾ, ഇന്നാളെ എനിക്കിപ്പോൾ ഓർമ്മ, ഒരാൾ വണ്ടി വന്നപ്പോൾ അയാൾ കുറേ ലാൻഡ് ക്രൂസറുള്ള ആട്ടോ നേരത്തെ മുതൽ. പുള്ളി കുറേയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, അമിത് ബ്രോ കുറേ സാധനം എൻ്റെ അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കൊടുത്തു വിട്ടേന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് കൊടുത്തു വിട്ടു. കുറേ സാധനങ്ങൾ അതിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഇതേപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെ വീട്ടിലും കിടക്കുന്നുണ്ട് ബ്രോ. ഇതൊക്കെ ആൾക്കാർ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പം എൻ്റെ വണ്ടി കാണുമ്പോൾ ആൾക്കാർ ഒരിക്കലും കോടികളെ മുടക്കിയേക്കണമെന്ന് ഒന്നുമില്ല. ഒരു ഫോർച്യൂണറിന്റെ വില എന്താ, 65 ലക്ഷം രൂപയാണ് ഫോർച്യൂണറിന്റെ. ആ വണ്ടി ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന പൈസക്കാണ് ഇതൊക്കെ തീർത്തേക്കണേ. പറയുമ്പോൾ ഞാൻ പറയും ലാൻഡ് ക്രൂസർ നടക്കണമെന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ഒരു പുത്തൻ കാർ വാങ്ങിക്കാത്തത്? ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു ബൈ ഇറ്റ്. വെരി ട്രൂ. എനിക്ക് EMI കൊടുക്കാൻ പറ്റില്ല. ഒരു ലാൻഡ് ക്രൂസറിന്റെ അത്ര ഉള്ളൊരു വണ്ടി വാങ്ങണമെങ്കിൽ മിനിമം 1 ലക്ഷത്തിന് 1.5 ലക്ഷം EMI കൊടുക്കണം. എനിക്ക് പറ്റില്ല അത്. എനിക്ക് EMI വേണ്ട. പറയുമ്പോൾ പഴയ വണ്ടി കൊണ്ടുനടക്കുമ്പോൾ ഒരു അന്തസ്സുണ്ട്, കാണുമ്പോൾ ഒരു ഭയങ്കര റിച്ചാന്നുള്ളൊരു ലുക്കും ഇല്ലേ, അത് മതി. പണ്ട് പറയും കുളിച്ചിലും ഓണം പുറപ്പെടുത്ത അല്ലേ, പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ. സത്യാവസ്ഥ അതല്ല ഏട്ടാ. അതാണ് ഇപ്പോൾ ഇതാണ് അമിത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതല്ല സത്യാവസ്ഥ. അമിത്തിനെ ഒന്ന് മനസ്സിലാക്കണം പ്രേക്ഷകർ. പറയുന്നൊരു വെറുതെ ഇവന് പടമില്ല, ഇവന് എന്തോരം പൈസയാണ്. അല്ല, അമിത് ഇപ്പൊ പറഞ്ഞൊരു വാക്ക്, എനിക്ക് ഇത്ര 1.5 ലക്ഷം EMI അടയ്ക്കാൻ എനിക്ക് പറ്റില്ലെന്നേ. പറ്റില്ല, എനിക്ക് പറ്റിയിട്ടില്ല. എനിക്കത് എന്താ പറയുക, എൻ്റെ പണ്ട് സൂപ്പർ ബൈക്സിൻ്റെ കാര്യം പറയും. പണ്ട് ആഗ്രഹമുള്ള സമയത്ത് പോയി സൂപ്പർ ബൈക്ക് വാങ്ങി. 90% ലോണിലാണ്, 90% ലോണിലെടുത്തു. ആ 90% ലോണിലെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ EMI 1 വർഷം അടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിവരം അറിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി കൊടുത്തത്. പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ എന്താ നടക്കണത്, 15 ലക്ഷം രൂപയുടെ ബൈക്കിലാണ്. കാർ അത്രയില്ല. അത് നമ്മുടെ ഒരു പ്രാന്താണ് കേട്ടോ. അതായത് കാറ് ഇല്ല, പക്ഷെ ആൾക്കാരെ നോക്കുമ്പോൾ ബൈക്കേ കാണുന്നുള്ളൂ. ലാൻഡ് ക്രൂസർ ആകുമ്പോൾ ആൾക്കാരായിരിക്കും കോടികളുടെ വണ്ടി. ഒരു എന്താ പറയണ്ടേ, ഒരു 10 ലക്ഷം രൂപ ചില്ലറ ഇന്ന് എന്തെങ്കിലും ആണ് കേട്ടോ. ഒന്നുമല്ല. അതും ഞാൻ ഇപ്പോഴും വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചുതരാം. ഞാൻ ആ പൈസ കൊടുത്ത് എത്ര നാളുണ്ടെന്ന് അറിയും. 25,000 രൂപയാണ് ആ വണ്ടിക്ക് ആദ്യം അഡ്വാൻസ് കൊടുത്തത്. 25,000 അഡ്വാൻസ് കൊടുത്തിട്ട് ഞാൻ എത്ര മാസം കൊണ്ടാണ് 50, 1, 1/2 ഒക്കെ ആയിട്ട് കൊടുത്തിട്ടാണ് മഞ്ജുദ ഡൂക്ലേട്ടന്ന് പൈസ വാങ്ങിച്ചത്. എത്ര പേർക്ക് മഞ്ജുദ ഡൂക്ലേൻ അറിയാൻ വിളിച്ചു ചോദിച്ചോളാം പറ. തേരിന്റെ പൈസയുടെ ഫുൾ പേയ്മെന്റ് വന്നപ്പോഴാണ് ഞാൻ ബാക്കി പൈസ കൊടുത്തത്. പക്ഷെ പറയുമ്പോൾ ആൾക്കാർ അല്ല, നമ്മൾ അറിയില്ലാത്തവരാണ്. നമ്മുടെ ജീവിതം നമുക്കല്ലേ അറിയുള്ളൂ. അതെ അല്ലേ, നമുക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്കല്ലേ അറിയുള്ളൂ. പിന്നെ എന്താ പറയുക, ഇപ്പൊ ഒരു കഴിഞ്ഞൊരു ചിത്തിനി കഴിഞ്ഞ പിന്നെ ഇത്രയും നാളെ ഞാൻ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുരാഗ്രഹമാണെങ്കിൽ അല്ലെങ്കിലും എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് അതിൻ്റെ കാര്യം. ചെറിയ ഒരുപാട് നല്ല ക്യാരക്ടർ റോൾ വിളിച്ചിട്ടുണ്ട്, ഒരുപാട്. എൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, എനിക്കറിയില്ല എന്നെ നന്നാക്കാനാണോ ചീത്തയാണെന്ന് അറിയില്ല, ഒടുക്കത്തെ ഓവർ കോൺഫിഡൻസ്. എനിക്ക് ലീഡ് റോൾ ചെയ്യണം എന്നുള്ള കാര്യത്തിനുള്ളിൽ ഞാൻ കുറേ റോളുകൾ കളഞ്ഞിട്ടുണ്ട്. അപ്പം ആ നിൽക്കുന്ന സമയത്ത് ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്, എന്തോരം ഒരു ആക്ടറിൻ്റെ മനസ്സിൽ ഡെയിലി മറ്റേ ഈഗോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പ്രഷറും വീട്ടുകാർ എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതെനിക്കൊരു വലിയ ആശ്വാസം വരുന്നത് എൻ്റെ സമയത്ത്. കാര്യം വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മളുടെ മനസ്സിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ചിന്തിക്കുന്നതിൻ്റെ സ്ഥലത്ത് ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം കൂടുതൽ ചിന്തിച്ചിട്ടിരിക്കണം. ഇതിനെന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം. മറ്റേയാളുടെ പയ്യന്മാർ, നമ്മളുടെ കുറച്ച് സ്റ്റാഫുണ്ട്, അവർ വരും, അവരായിട്ട് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യും. വൈകിട്ട് എല്ലാം കഴിയുമ്പോഴേക്കും അവർക്ക് കൊടുക്കാനുള്ള സാലറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ചായയൊക്കെ കൂടി സംസാരിച്ചു. അപ്പം ഇതിൽ ഞാൻ കുറേ ഐ വാസ് ഗെറ്റിംഗ് റിലാക്സ്ഡ്. അപ്പം ഇതിൽ എന്താ പറയുക, ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയണത്. ഞാൻ കുറേ എൻ്റെ മണ്ടത്തരങ്ങളുണ്ട്. ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ പ്രാന്തിൽ പോയിട്ട് ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല. പിന്നെ വരും വരാകൾ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താ ഇതൊക്കെ ഇങ്ങനത്തെ വള്ളിയാവുന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് എൻ്റെ എടുത്തിയാട്ടം, അത് എൻ്റെ പോരായ്മകളാണ്. ഒരു വണ്ടിയോടുള്ള പ്രണയം കള്ളനാക്കി മാറ്റി, അങ്ങനെയാണ് ആൾക്കാർ പറയണത്. പക്ഷേ എന്താ അറിയോ, എൻഡ് ഓഫ് ദി ഡേ മൈ വൈഫ് നോ മീ. എൻ്റെ അമ്മയ്ക്ക് അറിയാം, എൻ്റെ അനിയനെ അറിയാം, എന്നോട് ഇപ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പം അതിൻ്റെ മുകളിൽ എല്ലാവരോടും പ്രൂവ് ചെയ്യാൻ പോകാൻ പറ്റില്ല. ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അതെ, അച്ഛൻ്റെയൊക്കെ എന്താ പറയുക, എൻ്റെ പപ്പയും ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വന്ന ആളാണ്. ഇപ്പോൾ മാനുഫാക്ചറിങ് ബോർഡുകളാണെങ്കിൽ ഇതെല്ലാം. ഇതും എൻ്റെ ബ്ലഡിലുണ്ട്, എൻ്റെ അനിയനുണ്ട്. അപ്പോൾ അതങ്ങനെ ഇറ്റ് കണ്ടിന്യൂസ്. കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്താ പറയുക, മീഡിയയിൽ കാണുമ്പോൾ A കണ്ടു, B കണ്ടു,
എയും ബിയും കഴിഞ്ഞ പിന്നെ സി. അതങ്ങനെയാണ് നമ്മളുടെ അവിടെ കൊടുക്കുള്ളൂ. പിന്നെ ചേട്ടാ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആരാ ചേട്ടാ ന്യൂസ് കാണുന്നത്? എന്ത് ന്യൂസ് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടം? ഇപ്പോൾ അമിത് വളരെ നല്ല വ്യക്തിയാണെന്ന് കസ്റ്റംസ് പറഞ്ഞു, ആരെങ്കിലും കാണും? ആരും കാണും? എന്താ വിറ്റ് പോണത്? ഇതേ വിറ്റ് പോകും, നെഗറ്റീവ് വയ്ക്കുള്ളൂ. വിൽക്കുള്ളൂ. നമ്മളും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി അതിനെ ഒന്ന് വിൽക്കാൻ നോക്കി കിടക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് എന്നെ കുറിച്ച് വിൽക്കാൻ നോക്കുമ്പോൾ ഞാൻ കിടന്ന് കരച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ ഐ എം യൂസ്ഡ് ടു ഇറ്റ്. അപ്പം ഇനി ഇങ്ങനെ വണ്ടികൾ വാങ്ങുമോ പുറത്തുനിന്ന്? ഇനിയിപ്പോൾ കുറച്ച് ഇപ്പം എന്നറിയും, ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇപ്പം എനിക്കും വലിയൊരു തിരിച്ചറിവാണ്. പണ്ട് 10 രൂപ കിട്ടിയാൽ 10 രൂപക്ക് 7 രൂപ വണ്ടിക്കും ബാക്കി എനിക്ക് ജീവിക്കാവുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ നന്നാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. ഞാൻ സത്യമായിട്ട് പറയാം. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് 10 രൂപ കിട്ടിയാൽ 7 രൂപ എൻ്റെ വണ്ടിയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രയോറിറ്റി. ബാക്കി മാത്രമാണ് ഇതിനു വേണ്ടി വെക്കുന്നത്. കാര്യം എന്താ പറയുക, വെള്ളൊടി ഇല്ല, സിഗരറ്റ് ഒലി ഇല്ല, കമ്പനിയടി ഇല്ല, വേറെ ഒന്നുമില്ല, ആകെ ഇത് മാത്രമാണ്. അപ്പോൾ ഇത് മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മളെന്താ പറയാ, സിനിമയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. അപ്പൊ ഇത് പ്രാന്ത് കൂടി കുറച്ച് ഓവറായി പോയി. ഇത് നന്നായി, ഇതൊരു അടി തലക്കായി ഭയങ്കര കിട്ടി, നല്ലായിരുന്നു. ഇപ്പൊ എന്റെ ഇന്ന് വൈഫ് വന്നപ്പോ തനിക്ക് ഇതേ ആവശ്യമായിരുന്നു. ഇത് ഓവറായിട്ട് കാര്യം അവള് കാണുകയാണ് ഈ മറ്റേ ഫോറിനർ ഓസ്ട്രേലിയൻസിനോടൊക്കെ രാത്രി 2 മണിക്ക് 3 മണിക്ക് ഇത് ചാറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ കൊച്ചിന് സ്കൂളിൽ പോകാനുണ്ട്, ഞാൻ ചാറ്റ്, ഫോണിന്റെ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പുള്ളിക്കാരി മമ്മിക്ക് ആർക്കും ഇഷ്ടമല്ല. സത്യം പറഞ്ഞ അവർക്ക് ഈ വീട്ടിൽ കൊണ്ടുവന്ന വണ്ടിയുടെ പാർട്സ് വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇതിപ്പോ അവരൊരു കണക്കിന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, ഇത് നിർത്തി കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പൊ മേ ബി നല്ലതിനായിരിക്കും. അത് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുക്കണം, ഇപ്പൊ വണ്ടികളുടെ വില കുറവാണ്. എനിക്കൊരു ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുക്കണം, നമ്മൾ എന്തൊക്കെ നോക്കണം? ചേട്ടാ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എന്തായാലും ജെന്യൂൻ ആയിരിക്കും. ഡൽഹിയിൽ നിന്ന് എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ജെന്യൂൻ ആയിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് NOC ഇല്ലേ, NOCക്ക് അപ്ലൈ ചെയ്യും. NOCക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ NOC അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വർക്ക് വിൽ ഹാവ് നോ ഇഷ്യൂസ്. ഇപ്പൊ ക്രൈം ബ്രാഞ്ച് ഇഷ്യൂസോ അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടോന്ന് വേണ്ട. അത് ഡോക്യുമെന്റ് വൈസ്. ഇപ്പൊ എനിക്ക് ഈ പ്രശ്നം വന്നുകൊണ്ട് ഡോക്യുമെന്റ് ആണ് ആദ്യം പ്രയോറിറ്റി വന്നത്. നേരത്തെ ഇതായിരുന്നില്ല. വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ എന്താണ്, സസ്പെൻഷൻ കണ്ടീഷൻ എന്താണ്, ടയേഴ്സ് എന്താണ്, പിന്നെ ബോഡി വർക്ക് എന്താണ്. കാര്യം ഒരു ബോഡി വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രാവശ്യം മെനക്കെ പെയിന്റ് ചെയ്തെടുക്കണമെങ്കിൽ 1 രൂപയുടെ മുകളിൽ പോയി. ടയർ 4 മാറി വരുമ്പോൾ തന്നെ ഒരു 40,000-50,000 മുകളിൽ പോയി. പിന്നെ സസ്പെൻഷൻ മാറ്റി വരുമ്പോൾ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡൽഹി പോയി ലാഭത്തിന് എടുക്കാൻ നിന്ന ആള് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ടാക്സ് അടച്ചു കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് വണ്ടി വാങ്ങിക്കേണ്ട തുല്യമായി. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മളുടെ ഇവിടുത്തെ റോഡ്സിന്റെ കണ്ടീഷൻ മോശമായതുകൊണ്ട് ഇവിടുത്തെ വണ്ടികളിൽ വരുന്ന സസ്പെൻഷൻ ഡാമേജും ഗിയർ വെയർ ആൻഡ് ടയറും ഒന്നും അവിടുത്തെ വണ്ടിയിൽ കുറവാണ്. ബിക്കോസ് റോഡ്സ് ആർ ബെറ്റർ. പക്ഷെ അവിടുത്തെ വണ്ടിയിലുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ബോഡി ലൈൻ ഭയങ്കര മോശമായിരിക്കും. അവർ നമ്മളുടെ പോലെ മുത്തുപോലെ ഇങ്ങനെ ഇതായിട്ടൊന്നും കൊണ്ടുനടക്കുന്ന ആൾക്കാരല്ല. അവര് എന്താ പറയാ എന്നിടും. പക്ഷെ റോഡ്സ് നല്ല ആയതുകൊണ്ടാണ് മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ റെസ്റ്റ് കുറച്ച് കുറവാണ്. പുറത്ത് പാർക്കിംഗ് ലോട്ടിൽ കിടന്ന് ആയത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫ്ലഡ് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന വണ്ടിയും ചെക്ക് ചെയ്യണം. ഇപ്പൊ കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യം. പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ ഗുണം ഒരു വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയാൻ എക്സ്പേർട്സിനെ നമുക്ക് ഓൺലൈൻ അപ്പോയിന്റ് ചെയ്യാം. അവരവിടെ പോയി വണ്ടി ചെക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഫിറ്റ്നസ് റെക്കോർഡ് അയച്ചു തരും. ഏതൊക്കെ പാനലില് ഡെന്റ് ഉണ്ട്, ഏതൊക്കെ പാനലില് ബോഡി ഫില്ലർ കയറിയിട്ടുണ്ട്, എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. യെസ്, കറക്റ്റ് റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പൊ ലീഗൽ സൈഡ് മാത്രം നോക്കിയാൽ മതി. ഈ NOCക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? NOC കിട്ടണമെന്നില്ലല്ലോ ചിലപ്പോ. ഇല്ല, കിട്ടും. ഡീസൽ വെഹിക്കിളാണെങ്കിൽ 10 വർഷം തികയാത്ത ഒരു വാഹനം, അതായത് ഞാനിപ്പോ 2010 വാങ്ങി, 2010 വാങ്ങിയെന്ന് വെച്ചു. 2015 കഴിഞ്ഞാൽ പെട്രോൾ വാഹനത്തിന് NOC കിട്ടില്ല. 2010 കഴിഞ്ഞ് ഡീസൽ മാത്രം കിട്ടില്ല. 10 വർഷം കഴിഞ്ഞാൽ ഡീസലും കിട്ടില്ല. നേരെ മറിച്ച് പെട്രോൾ വാഹനം ഒരു 5 വർഷം കൂടി ഗ്യാപ്പിലുള്ള വാഹനം നമുക്ക് NOCക്ക് ഗ്രേസ് ഉണ്ട്. ഡീസൽ കറക്റ്റ് നോക്കേണ്ടത് ഇപ്പൊ ഇന്നിപ്പോ ചേട്ടൻ ഒരു ആഡ് കാണും, വണ്ടി ഇത്ര രൂപ വില കുറവെന്ന്. അപ്പൊ അവനോട് RC ബുക്ക് ചോദിച്ചിട്ട് ഇയർ ഓഫ് മാനുഫാക്ചർ ചോദിക്കാം. അപ്പൊ ആ ഇയർ ഓഫ് മാനുഫാക്ചർ ഇപ്പോൾ ഇന്ന ഇയർ ആണെങ്കിൽ ഇന്നേക്ക് ഡേറ്റിന് ഇത് കഴിയുമോ നോക്കണം. ഇന്നിപ്പോ ജസ്റ്റ് അറ്റപറ്റ കഴിയാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി NOCക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ NOC കിട്ടില്ലെന്നില്ല, ഡേറ്റ് കഴിഞ്ഞു പോകും.
അപ്പോൾ അതിന് കുറച്ച് ഗ്യാപ്പ് ഗ്രേസ് പീരീഡ് ഉള്ള വണ്ടി നോക്കി എടുക്കണം. അല്ല ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ സാധാരണ പോകുന്നത് ഇപ്പം 10 വർഷം കഴിഞ്ഞ വണ്ടികൾ വാങ്ങാനാണ് പോകുന്നത്, പൈസ കുറച്ച് കിട്ടാൻ. ഇല്ല, അങ്ങനെ കിട്ടില്ല. അങ്ങനെ കിട്ടില്ല. കഴിഞ്ഞാൽ നമുക്ക് NOC കിട്ടില്ല. അപ്പോൾ NOC കിട്ടാതെ വന്നാൽ പ്രശ്നമാണല്ലോ. പെട്ടു NOC കിട്ടാതെ വന്നാൽ പെട്ടു. പിന്നെയാണ് കിട്ടാതെ വന്നു കഴിഞ്ഞാലാണ് പിന്നെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതേപോലുള്ള എവിടെന്നെങ്കിലൊക്കെ HP എന്നൊക്കെ രജിസ്ട്രേഷൻ കിട്ടുന്നത്. അങ്ങനെ കിട്ടും. പക്ഷെ അതിനും കസ്റ്റംസിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇന്ത്യൻ ഇൻവോയ്സ് വെഹിക്കിളല്ലേ. ഇന്ത്യയിൽ ഓൾറെഡി മറ്റേ ഇത് കിട്ടിയ വാഹനമാണ്, ഇൻവോയ്സ് ഉള്ളതാണ്. അപ്പൊ അത് ഇമ്പോർട്ടഡ് വണ്ടികൾ വാങ്ങുമ്പോഴാണ് അതിന് ഇത് പേപ്പർ. അത് കസ്റ്റംസിന് പ്രശ്നം ഉണ്ടാവില്ല. കസ്റ്റംസിന് അതിനായിട്ട് ഒരു പ്രശ്നമില്ല. മോട്ടോർ ബൈക്കിനാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ വാഹനങ്ങൾക്കെല്ലാം ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം അടച്ച് വന്നതിന്റെ ഇൻവോയ്സ് നമുക്കുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ച ടാക്സ് ഇൻവോയ്സ് എന്ന് പറയില്ലേ, ടാക്സ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആ ബൈക്കിന് മാനുഫാക്ചർ ചെയ്ത വ്യക്തി എന്തെങ്കിലും അതിന്റെ എഞ്ചിൻ പാർട്സോ സാധനങ്ങളോ പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ബിൽ ഓഫ് എൻട്രിയും ഡ്യൂട്ടിയും എല്ലാം ചേർത്ത് രജിസ്ട്രേഷൻ സമയത്ത് അതിന്റെ എല്ലാം ചേർത്ത് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് എല്ലാം ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. അപ്പം ഇതൊരു തിരിച്ചറിവും കൂടെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു. ഞാനിങ്ങനെ വണ്ടി വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചു. ഇനി പേടിച്ചാലും പോകാത്തൊരവസ്ഥയല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അറിയേണ്ട കാര്യങ്ങളുടെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ചോദിച്ചത്. എന്തായാലും ഒത്തിരി സന്തോഷം. വളർച്ച വളർന്നുകൊണ്ടേ ഇരിക്കുക. അതെ, പക്ഷെ വളർച്ചയുടെ ഭാഗമാണ് ഇതെല്ലാം. ചലഞ്ചസ് വരും, കുറെ പൊട്ടത്തരങ്ങൾ നമുക്ക് പറ്റും. പൊട്ടത്തരങ്ങൾ പറ്റുമ്പോൾ കുറെ നമ്മൾ പഠിക്കും, കുറച്ച് തിരിച്ചറിവാകും, തിരുത്തുക, ഗോ എഗെയിൻ മണ്ടത്തരം പറ്റും, എഗെയിൻ ലേൺ ആൻഡ് ഡു എഗെയിൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമിത് ആരെയും പറ്റിച്ചിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, മയക്കുമരുന്ന് കിടത്തിയിട്ടില്ല, ഒരു ദുശീലമില്ല. അമിത് അന്യായമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹം വാങ്ങിയത് അദ്ദേഹത്തെ മുൻ ഓണറിൽ നിന്ന് വാങ്ങി. അതിനു മുമ്പ് 4 ഓണർമാരിൽ നിന്നാണ് 4ാമത്തെ ഓണറാണ്. എൻ്റെ പേപ്പറെല്ലാം കൊടുത്ത സന്തോഷത്തിലാണ് അമിത് ഇരിക്കുന്നത്. 8 വണ്ടി പിടിച്ചത് അമിത്തിൻ്റെ വണ്ടി ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ പണിയാൻ വന്ന വണ്ടി. അത് അമിത് പറഞ്ഞ് അമിത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അമിത് പണിതപ്പോൾ എവിടെ കൊടുക്കുന്നത് അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കള്ള എന്ന് വിളിക്കുന്നവർ ഒരു കാലത്ത് വൈകാതെ തന്നെ തിരുത്തി കുട്ട എന്നും കൊള്ളാം എന്നും പറയുന്ന രീതിയിലേക്ക് വരട്ടെ. ഒത്തിരി സന്തോഷം.